എൻ്റെ പ്രിയമുള്ളവർ, ഇന്ന് നമ്മൾ ചർച്ച നടത്തുന്നത് ജീവിതത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു മനുഷ്യന്റെ പേരിൽ എത്ര ഒളിച്ചോടിയാലും, എത്ര അവിടുന്ന് മാറി നിന്നാലും, എത്ര വേണ്ട എന്ന് ആഗ്രഹിച്ചാലും അവന്റെ മുമ്പിലേക്ക് കടന്നു വരുന്ന അത്ഭുതത്തെ കുറിച്ചാണ് ഇന്ന് നമ്മൾ അവിടുന്ന് ചർച്ച നടത്തുന്നത്. അല്ലാഹു മനസ്സിലാക്കാനും പറയാനും തൗഫീഖ് നൽകട്ടെ. എൻ്റെ പ്രിയമുള്ളവരെ, അത് ആരാണ്? അസ്റാഈൽ അലൈഹിസ്സലാത്തു വസ്സലാമാണ്. മരണമാണ് എൻ്റെ പ്രിയമുള്ളവരെ. ആ മരണത്തെ കുറിച്ചാണ് കുറച്ച് സന്ദേശങ്ങൾ ഇൻഷാ അല്ലാഹ് നമ്മൾ ചർച്ച നടത്തുകയാണ്. എന്താണ് മഹാന്മാരുടെ മരണത്തിന്റെ അവസ്ഥ? ആ മരണത്തിനെ കുറിച്ച് അവർ എന്താണ് നമ്മോട് പറഞ്ഞത്? എന്റെ പ്രിയമുള്ളവരെ, നമുക്കൊന്ന് പഠിക്കാം. അതാ അവിടുന്ന് അള്ളാഹുവിന്റെ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പടച്ചവനെ മരണത്തെ കുറിച്ചിട്ട് ഒരുപാട് മുന്നറിയിപ്പുകൾ മനുഷ്യരായ നമുക്ക് നൽകിയിട്ടുണ്ട്. അള്ളാഹുവേ, എന്നിട്ടും ദുനിയാവിന്റെ തുരുക്കുമുകളിലൂടെ നമ്മൾ ഇങ്ങനെ അഹങ്കരിച്ചിട്ട് നടക്കുകയാണ്. മരണത്തെ ഓർത്തുകൊണ്ടുള്ള ജീവിതമാണ് എനിക്കും നിങ്ങൾക്കും വേണ്ടത്. പക്ഷേ നമ്മുടെ മനസ്സിനകത്തേക്ക് ഒരിക്കലും തന്നെ അല്ലാഹ് കടന്നു വരുന്നില്ലല്ലോ. ഞാൻ ഏത് സമയത്തും മരിക്കുമെന്ന്, ഏത് സമയത്താണ് മരിക്കുന്നതെന്ന് പറയാൻ എനിക്ക് കഴിയില്ല. എന്റെ മുമ്പിലിരിക്കുന്ന, എന്നെ കേൾക്കുന്ന നിങ്ങൾക്ക് കഴിയില്ല. എന്നാൽ നമ്മളതൊന്നും ചിന്തിക്കുന്നില്ല, നമ്മളൊന്നും അറിയുന്നില്ല. നമ്മളിങ്ങനെ പല പല ആഘോഷങ്ങളിൽ ഇങ്ങനെ ഏർപ്പെടുകയാണ്. പല മേഖലകളിൽ നമ്മളിങ്ങനെ പ്രവർത്തിക്കുകയാണ്. ഹറാമ് കാണുന്നുണ്ട്, ഹറാമ് പ്രവർത്തിക്കുന്നുണ്ട്, ചിന്തിക്കുന്നുണ്ട്. പടച്ച തമ്പുരാനെ, ഇങ്ങനെ തെറ്റുകളുടെ വഴികൾ മാത്രമാണ് നമ്മുടെ ജീവിതത്തിലേക്ക് ഏറ്റവും കൂടുതൽ ചേർത്ത് വെക്കുന്നത്. ആ പടച്ച തമ്പുരാന്റെ മരണത്തെയാണ് നമ്മളവിടുന്ന് ഓർക്കുന്നതെങ്കിൽ ദുനിയാവ് സുന്ദരമാണ്, സുന്ദരമാണ്. എന്റെ പ്രിയമുള്ളവരെ, മഹാനായ സയ്യിദ് ഇബ്നു സാബിത്ത് റളിയല്ലാഹു തആല അൻഹു ഒരിക്കലും അവിടുന്ന് കടന്നു വന്നുകൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ചോദിച്ചല്ലോ, ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ നന്മകൾ വരാൻ, എല്ലാ സൽക്കർമ്മങ്ങളിലും അവിടുന്ന് നന്മകൾ ലഭിക്കാൻ എന്താണ് ഞങ്ങൾ ചെയ്യേണ്ടത് റസൂലേ എന്ന് ചോദിച്ചപ്പോൾ അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചു കൊടുത്തത്, സ്വഹാബാ, നിങ്ങൾ മരണത്തെ ഓർത്തുകൊണ്ട് ജീവിക്കണം സ്വഹാബാ. അങ്ങനെ ജീവിക്കുമ്പോഴാണ് നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് അർത്ഥം ലഭിക്കുന്നത്, നന്മ ലഭിക്കുന്നത്, അല്ലാഹുവിനെ നിങ്ങൾക്ക് കണ്ടെത്താൻ കഴിയുന്നത്, നമസ്കാരത്തിൽ നിങ്ങൾക്ക് തഖ്വ ലഭിക്കുന്നത്, ജീവിതത്തിൽ നിങ്ങൾക്കൊരു തഖ്വ ലഭിക്കുന്നത് എന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. അതുകൊണ്ട് നമ്മൾ ഒരിക്കലും തന്നെ വിട്ടു നിൽക്കുന്ന ഈ മരണം, നമ്മൾ വേണ്ട എന്ന് ആഗ്രഹിക്കുന്ന മരണം, ആ മരണത്തിൽ നിന്ന് ഒരാൾക്കും തന്നെ രക്ഷപ്പെടാൻ കഴിയുന്നതല്ല. വജാഅത് സകറത്തുൽ മൗതി ബിൽ ഹഖ് ദാലിക മാ കുന്തു മിൻഹു തഈദ്. നിങ്ങൾ എത്രയോ ഒഴിഞ്ഞു മാറിക്കൊണ്ട് ഒരിക്കലും ഇഷ്ടപ്പെടാതെ, ഒരിക്കലും അവിടുന്ന് ആഗ്രഹിക്കാതെ കടന്നു പോകുന്ന മരണമുണ്ടല്ലോ, ആ മരണം നിങ്ങളിലേക്ക് കടന്നു വരിക തന്നെ ചെയ്യുമല്ലോ. അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആനാണ് നമ്മോട് ഓർമ്മപ്പെടുത്തുന്നത്. നമുക്ക് മരണം ഇഷ്ടമല്ലല്ലോ, നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്തു തീർക്കാനുണ്ടല്ലോ. പടച്ചവനെ, ഒരു ദിവസം അതാ നമ്മളിങ്ങനെ ദുനിയാവിൽ ഇങ്ങനെ നടക്കുമ്പോൾ ഒരിക്കലതാ പടച്ചവനെ ആരോ വിളിച്ചു പറയുകയാണ്, ഇന്നവൻ മരണപ്പെട്ടിട്ടുണ്ട്. നമ്മുടെ നാട്ടിൽ ഒരു വാഹനം ഇങ്ങനെ സഞ്ചരിക്കുകയാണ്. പടച്ചവനെ, ആ വാഹനത്തിൽ ഇങ്ങനെ വിളിച്ചു പറയുന്നുണ്ട്, ഇന്നവൻ മരണപ്പെട്ടിട്ടുണ്ട്. പടച്ചവനെ, നമ്മളൊക്കെ ഒരുപാട് അത്ഭുതപ്പെട്ടു പോയി. അവൻ മരണപ്പെട്ടെന്നാണോ പറയുന്നത്? ഇന്നലെ അവന് സുബഹിക്ക് പള്ളിയിലുണ്ടായിരുന്നു, ബഹുർക്കന്റെ കൂടെ ഉച്ചയ്ക്ക് അവന് ടൗണിലുണ്ടായിരുന്നു. അവനിക്കൊരു പ്രശ്നവുമില്ല, ഒരു കേടുമില്ലല്ലോ. പടച്ചവനെ, പിന്നെ എന്താണ് സംഭവിച്ചത്? അത്ഭുതമാണ്, അത്ഭുതമാണ്. അങ്ങനെ എത്രയെത്ര മരണങ്ങളാണ് നമ്മൾ കണ്ടിട്ടുള്ളത്. ഇശാ നമസ്കാരം കഴിഞ്ഞിട്ട് വീട്ടിലേക്ക് പോയി ഭക്ഷണം കഴിച്ചോ, എന്നിട്ട് അവിടെ കിടന്നവനാണ്. പക്ഷേ പിന്നീട് ഭാര്യ വിളിച്ചോ, മക്കളെ വിളിച്ചോ, ഉമ്മ വിളിച്ചു, വാപ്പ വിളിച്ചു, അവിടെ എണീക്കുന്നില്ല. അങ്ങനെ പടച്ചവരപ്പെ പെട്ടെന്ന് ലോകത്തോട് വിട പറഞ്ഞു പോയിരിക്കാണ്. നമ്മൾ അങ്ങനത്തെ ഒരുപാട് മരണങ്ങൾ കേട്ടിട്ടുണ്ടോ? ഒരുപാട് മരണങ്ങൾ നമ്മൾ അങ്ങനെ കണ്ടിട്ടുണ്ടല്ലോ. പടച്ചവനെ, ഈ
മരണത്തിലെല്ലാം ഒരു വിശ്വാസിക്ക് ചിന്തിക്കാനുണ്ട് എന്റെ പ്രിയമുള്ളവരെ. അവൻ ആഗ്രഹിക്കണം, അവൻ അറിയണം, പടച്ചവനെ എന്ത് മരണമാണ് അല്ലാ, ഇത് എന്ത് മരണമാണ് അല്ലാ. പടച്ചവനെ ഞാനിങ്ങനെ നടക്കുന്നുണ്ട്, ഞാനിങ്ങനെ പ്രഭാഷണം നടത്തുന്നുണ്ട്, നിങ്ങൾക്ക് മുമ്പിൽ എന്നെ കാണുന്നുണ്ട്. ഏത് സമയത്താണ് പടച്ചവനെ എന്റെ മുമ്പിലേക്ക് അസ്റായീൽ കടന്നു വരുന്നതെന്ന് ഇഖ്ബാൽ ദാരിമിക്ക് പറയാൻ കഴിയില്ല. ഇന്നെന്റെ പേര് ഇഖ്ബാൽ ദാരിമിയാണ്, പല സ്ഥലങ്ങളിലും പറയപ്പെടാം, അറിയപ്പെടാം. എന്നാൽ എന്റെ പ്രിയമുള്ളവരെ, അസ്റായീൽ കടന്നു വന്നാ പിന്നെ നമ്മുടെ പേരങ്ങ് മാറുകയാണോ? നമ്മുടെ മരണത്തിലേക്ക് കടന്നു വന്നാൽ പിന്നെ പേര് മാറുന്നു, പിന്നെ മയ്യത്താണ്. എവിടെയാണ് മരണവീട്? എവിടെയാണ് മരണവീട്? എപ്പോഴാണ് മയ്യത്തെടുക്കുന്നത്? എപ്പോഴാണ് മയ്യത്ത് ഖബറടക്കുന്നത്? മയ്യത്ത് കുളിപ്പിച്ചോ പിന്നെ ഇങ്ങനെയാണ് പേര് പറയുന്നത്. ഒരിക്കലും തന്നെ മുഹമ്മദിനെ എപ്പോഴാണ് കുളിപ്പിക്കുന്നത്? മുഹമ്മദിനെ എപ്പോഴാണ് എടുക്കുന്നത്? മുഹമ്മദിനെ എപ്പോഴാണ് ഖബറടക്കുന്നത് എന്നല്ല ചോദിക്കുന്നത് നമ്മെ കുറിച്ചിട്ട്. പിന്നീട് മരണത്തെ കുറിച്ച് പറയുന്നത് എങ്ങനെയാണ്? പിന്നീട് ഒരു മയ്യത്തിന് എന്നാണ് പറയുന്നത്, പിന്നീട് പേര് മാറ്റുകയാണ്. നമ്മളെ നാട്ടിലേക്ക് നമ്മൾ അന്വേഷിച്ചു കൊണ്ട് കടന്നു വന്നിരുന്നവന് അവൻ ചോദിക്കുന്നു, എന്റെ മേലാറ്റൂർ പുത്തൻപള്ളി എന്ന് പറയുന്ന പ്രദേശത്തേക്ക് എന്നെ തെരഞ്ഞിട്ടൊരാള് കടന്നു വരുമ്പോൾ അവൻ പറയുകയാണ്, എവിടെയാണ് ഇഖ്ബാൽ ദാരിമിയുടെ വീട് എവിടെയാണ്? എന്നാൽ എന്റെ നാട്ടിലേക്ക് കടന്നു വന്നാൽ ഞാനങ്ങ് മരിച്ചാൽ എവിടെയാണ് മരണ വീട് എന്ന് ചോദിക്കാം. എവിടെയാണ് മരണ വീട് എന്ന് ചോദിക്കാം. പേരും നമ്മുടെ വീട്, നമ്മുടെ അഡ്രസ്സും എല്ലാം അവിടെ നിന്ന് മാറ്റപ്പെടുന്ന ഒരു സമയമാണ് എന്റെ പ്രിയമുള്ളവരെ. നമ്മുടെ മരണമെന്ന് പറയുന്നത് മരണവീട് എങ്ങനെയാണ്? മരിക്കുന്ന സമയത്തോടു കൂടി നമ്മുടെ ഏകദേശം അഡ്രസ്സുകളൊക്കെ അവിടെ നിന്ന് മാറ്റപ്പെടും. അല്ലാഹു തആല നമുക്ക് ഈമാൻ നൽകട്ടെ, പടച്ച തമ്പുരാൻ നമുക്ക് ഈമാൻ നൽകട്ടെ. എന്റെ പ്രിയമുള്ളവരെ, മരിക്കുന്ന സമയം എന്ന് പറഞ്ഞാൽ ഇങ്ങനെയാണ്. മരണത്തോടു കൂടി അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ സമൂഹത്തിൽ ജനങ്ങൾ, ഈ സമൂഹത്തിനിടയിൽ എല്ലാവരും നമ്മുടെ പേരും നമ്മുടെ അഡ്രസ്സും ഒക്കെ അവിടുന്ന് മാറ്റി തരും. അല്ലാഹു നമുക്ക് കാത്തുരക്ഷിക്കട്ടെ. അല്ലാഹു തആല നമുക്ക് കാത്തുരക്ഷിക്കട്ടെ. എന്റെ പ്രിയമുള്ളവരെ, അങ്ങനെ അതാ എന്റെ വീട്ടിലേക്ക് ഒരു വാഹനം കടന്നു വരുന്നുണ്ട്. ഇന്നലെ നീ സഞ്ചരിച്ചത് നിന്റെ വീട്ടിലെ ഓടി വാഹനത്തിലാണ്, അല്ലെങ്കിൽ നീ ഇന്നലെ സഞ്ചരിച്ചത് നിന്റെ വീട്ടിലെ ഏറ്റവും വില കൂടിയ ബെൻസിലാണ്. ഇന്നലെ നീ സഞ്ചരിച്ചത്, അല്ലെങ്കിൽ ഇന്നലെ രാവിലെ വരെ നീ സഞ്ചരിച്ചത്, ഇന്ന് രാവിലെ വരെ നീ സഞ്ചരിച്ചത് നിന്റെ വീട്ടിനകത്തുള്ള നല്ല വില കൂടിയ വാഹനത്തിലാണ്. എന്നാൽ എല്ലാവരും ഒരുപോലെ കടന്നു പോകുന്ന ഒരു വാഹനം നമ്മുടെ നാട്ടിലെ പള്ളിക്കാട്ടിന്റെ ആ ചാരത്ത്, പള്ളിത്തൊടവിന്റെ ചാരത്ത് വെച്ചിട്ടുണ്ട്. അതിൽ പണക്കാരൻ പോകും, പാവപ്പെട്ടവൻ പോകും, ഇടനിരക്കാരൻ പോകും, കറുത്തവൻ പോകും, വെളുത്തവൻ പോകും. ഈ ദുനിയാവിൽ ആലിമും പോകുന്നത് അതിലാണ്. പടച്ചവനെ, പാമരനും പാവപ്പെട്ടവനും എല്ലാം പോകുന്നത് ആ ഒരൊറ്റ വാഹനത്തിലാണ്. ഏതാണ് ആ വാഹനമെന്നറിയോ? പടച്ചവനെ, മയ്യത്ത് കട്ടിലാണ്. 6 കാലുള്ളൊരു കട്ടിലേറി ആളുകൾ മെല്ലെ നടന്നിടുന്നു. 6 കാലുള്ളൊരു കട്ടിലേറി ആളുകൾ മെല്ലെ നടന്നിടുന്നു. ആ സന്തോഷ കട്ടിലേറി നിന്നെ കൊണ്ടുപോകുന്ന സമയമുണ്ടല്ലോ, എന്നെ കൊണ്ടുപോകുന്ന സമയമുണ്ടോ എന്ന് ചിന്തിക്കുമാ. പടച്ചവനെ, നമ്മളെ കൊണ്ടുപോകുന്ന ഒരു സമയം, ആ സമയമാണ് മരണത്തിലേക്ക്, നമ്മളെ പുതിയൊരു വീട്ടിലേക്ക്, നമ്മുടെ വീട് ഈ ദുനിയാവിലെ വീട്ടിൽ നിന്ന് മറ്റൊരു വീട്ടിലേക്ക് നമ്മളെ കൊണ്ടുപോകാൻ. ഏതാണ് ആ വീട്? നമ്മുടെ ഖബർ എന്ന് പറയുന്ന വീടാണ്. ആ ഖബർ നമുക്ക് പ്രകാശിപ്പിക്കണം, ആ ഖബർ നമുക്ക് വെളിച്ചം നൽകണം, ആ ഖബർ നമുക്ക് വിശാലമാക്കണം, ആ ഖബറിന്റെ ഉള്ളിൽ നമുക്ക് സ്വർഗീയ അനുഗ്രഹമാക്കണം. അല്ലാഹു തആല തൗഫീഖ് നൽകട്ടെ. അല്ലാഹു തആല ഈ പുണ്യമായ ഇൽമ പഠിക്കുന്നത്, മനസ്സിലാക്കുന്നത് അല്ലാഹു തആല അതിനൊരു വഴിയാക്കി, ഒരു സബബായി അല്ലാഹു സ്വീകരിക്കട്ടെ. ഒന്നാമീൻ പറ, ഒന്നാമീൻ പറ.
എന്താണ് അതിനുള്ള വഴി? എന്താണ് അതിനുള്ള വഴി? ആ ഖബറിന്റെ ഉള്ളറ നമുക്ക് പ്രകാശിപ്പിക്കാൻ അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മെ പഠിപ്പിക്കുകയാണ്. സൂറത്തുൽ മുൽക്ക് നിങ്ങൾ പാരായണം ചെയ്താൽ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം തബാറകല്ലദീ ബിയദിഹിൽ മുൽക്കു വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ എന്ന് തുടങ്ങുന്ന പരിശുദ്ധമായ സൂറത്ത് അവിടുന്ന് പാരായണം ചെയ്താൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഖബർ അവിടെ ഇങ്ങനെ പ്രകാശിപ്പിക്കുകയാണ്. ഖബറിന്റെ ഉള്ളിലേക്ക് കൊണ്ടുപോകേണ്ട വെളിച്ചമാണ് സൂറത്തു തബാറക എന്ന് അല്ലാഹുവിന്റെ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. മനസ്സിലായോ? ആ ഖബറിന്റെ ഉള്ളിൽ നമുക്ക് വെളിച്ചം വേണം അല്ലെ? ഇവിടെ നിന്ന് നമുക്ക് നമ്മുടെ വീട്ടിനകത്ത് ഏത് രൂപത്തിലുള്ള വെളിച്ചം കുറച്ചിട്ടിടാനുള്ളതുണ്ട്, കൂട്ടിയിട്ടിടാനുള്ളതുണ്ട്, വെരി ലിമിറ്റ് ആയിട്ട് ഇടാനുള്ളതുണ്ട്. ഇതൊക്കെ നമുക്ക് ഇന്ന് നമുക്ക് സംവിധാനമാണ്. എന്നാ നമ്മുടെ ഖബറിന്റെ ഉള്ളിൽ അതിരുപ്പിനാൽ പെയിന്റിട്ട വീടാണ് ഖബറെന്നു കേട്ടാൽ തൽക്ഷണം ഞെട്ടേണ്ടതാ, കണ്ടാലുടൻ വാവിട്ടു നീ കരയേണ്ടതാ, മേടയ്ക്കു പകരം മാളമാ സുബ്ഹാന റബ്ബി അതിൽ കിടക്കേണ്ടതാണ് സുമാന. അങ്ങനെ മനുഷ്യനെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഖബറിലേക്ക് കൊണ്ടുപോകുന്ന ഒരു ആദ്യ തുടക്കമാണ് എൻ്റെ പ്രിയമുള്ളവരെ മരണമെന്ന് പറയുന്നത്. എന്താണ് മരണം എന്ന് പറയുന്നത്? ഒരിക്കലും മഹാനായ അബ്ദുല്ലാഹി ഇബ്നു അംർ ഇബ്നുൽ ആസ് റളിയല്ലാഹു തആല അതാ അവിടുന്ന് പറയുകയാണ്, എൻ്റെ പ്രിയമുള്ളവരെ, എൻ്റെ പിതാവ് ഇടയ്ക്കിടെ ഇങ്ങനെ പറയുമായിരുന്നു, മരിക്കുന്ന ആളുകൾക്ക് ബുദ്ധിയുണ്ടല്ലോ, അവർക്ക് നാക്കുണ്ടല്ലോ, എന്നിട്ട് എന്താണ് ആ മരണത്തിന്റെ അനുഭവത്തെ കുറിച്ചിട്ട് അവർ ഈ ലോക സമൂഹത്തിന് വിവരിച്ചു കൊടുക്കാത്തത്? എന്തുകൊണ്ടാണെന്ന് എൻ്റെ പിതാവ് അവിടുന്ന് ഒരുപാട് പറയുമായിരുന്നു. പടച്ചവനെ, ഭൂമി ലോകത്തുനിന്ന് ഒരു മനുഷ്യൻ മരിക്കുമ്പോൾ ആ മനുഷ്യൻ അല്ലാഹു തആല ബുദ്ധി കൊടുക്കുന്നുണ്ട്. ബുദ്ധിണ്ടല്ലോ അല്ലെ? അതേപോലെ തന്നെ എല്ലാം കാണുന്നുണ്ടല്ലോ അവനിക്ക് എല്ലാ ഓർമ്മയുമുണ്ടല്ലോ, അനുഭവം. എന്നിട്ട് എന്താണ് അവനിതാ പങ്കുവെക്കാത്തതെന്ന് മഹാനായ അബ്ദുല്ലാഹി ഇബ്നു അംർ ഇബ്നുൽ ആസ് റളിയല്ലാഹു തആല അൻഹുവിന്റെ പിതാവ് എപ്പോഴും അവിടുന്ന് പറയാറുണ്ട്. ആ സമയത്താണ് എൻ്റെ പ്രിയമുള്ളവരെ തന്റെ പിതാവ് ആ പിതാവ് തന്റെ മരണത്തിന്റെ സമയത്ത് ഇങ്ങനെ എത്തി നിൽക്കുമ്പോൾ ഞാൻ ചോദിച്ചു, ബുദ്ധിയും നാവും നിങ്ങൾക്കുണ്ടല്ലോ, എന്നിട്ട് ആ മരണത്തെ കുറിച്ച് ഞങ്ങൾക്കൊന്ന് വിവരിച്ചു തരാത്തത് എന്താണ്? നിങ്ങൾ അത്ഭുതപ്പെടുത്തുന്നില്ലേ? നിങ്ങളിപ്പോ എപ്പോഴും അവിടുന്ന് അത്ഭുതപ്പെട്ടുകൊണ്ട് പറയാറില്ലേ എന്നവിടെ ഇങ്ങനെ പറയുമ്പോൾ പടച്ചവനെ, മഹാനവറുകൾ അവിടുന്ന് ഇങ്ങനെ പ്രയാസപ്പെട്ടുകൊണ്ട് പറയുകയാണോ, അതാ പടച്ച തമ്പുരാനെ, ഒരിക്കലും വിശദീകരിക്കാനാവില്ല, എങ്കിലും ചെറിയൊരു ഭാഗം ഞാൻ നിങ്ങൾക്ക് ഇതാ പറഞ്ഞു തരികയാണ്. അവിടുത്തെ ഈമാനിന്റെ ശക്തി കൊണ്ട് അല്ലാഹു തആല അവിടുന്ന് ഒരു വലിയ അറിയിപ്പ് കൊടുക്കുകയാണ്. അവിടുന്ന് എന്റെ പ്രിയമുള്ളവരെ, അല്ലാഹ് ആ സമയത്തെ കുറിച്ചിട്ട് മഹാനവറുകൾ വിശദീകരിക്കുകയാണ്. അല്ലാഹു ആത്മാവ്, അവിടുന്ന് എന്റെ പ്രിയമുള്ളവരെ, അല്ലാഹുവാണ് സത്യം. എന്റെ ഇരു ചുമലുകളും ഒരു വലിയ പർവ്വതം വന്നിട്ട് ഇങ്ങനെ നിൽക്കുന്നത് പോലെയാണ്. എന്റെ വയറിനകത്ത് പടച്ചവനെ നിറയെ മുള്ളുകൾ ഇങ്ങനെ കുത്തിക്കയറി നിൽക്കുന്നത് പോലെയാണ്. അല്ലാഹുവേ, ആകാശം ഭൂമിയെ ആവരണം ചെയ്യുകയും ഞാൻ അതിനിടയിൽ അകപ്പെടുകയും ചെയ്യുന്നതിന് ശേഷം എത്രത്തോളം പ്രയാസം എനിക്കുണ്ടോ അതുപോലെ എന്റെ മേനി അവിടുന്ന് വല്ലാതെ വേദനപ്പെടുകയാണ് എന്നതായി അവിടുന്ന് മഹാനവറുകളെ പഠിപ്പിക്കാൻ. എന്നിട്ട് പറയുന്നു, എന്റെ ജീവിതത്തിൽ മൂന്ന് അവസ്ഥകളിലൂടെ ഞാൻ കടന്നുപോയിട്ടുണ്ട്. അതുകൊണ്ട് എനിക്ക് പേടിയാണ്. മരണസമയത്തെ കുറിച്ചിട്ട് മഹാനവറുകൾ പറഞ്ഞതാണ്, രണ്ട് പർവ്വതങ്ങൾ തന്റെ ചുമരിന്റെ മുകളിൽ ഇങ്ങനെ വന്നിട്ട് വെച്ച പോലെ എത്ര ഭാരമുണ്ടാകും, എത്ര പ്രയാസം ഉണ്ടാകും, അനക്കാൻ കഴിയോ? ഇല്ല. വയറ്റിനകത്തിലൂടെ ശരീരത്തിലൂടെ മുള്ളിന്റെ കെട്ടുകൾ കുത്തി നിറക്കപ്പെട്ടതുപോലെ. അല്ലാഹുവേ, പഠിച്ചവനെ, എന്ന അവസ്ഥ, കാലിലൊരു മുള്ള് തറച്ചാൽ വരെ നമുക്ക് എന്ത് പ്രയാസം. എന്നാ വയറ്റിനകത്ത് ചെറിയൊരു ഭാഗ പറഞ്ഞത്,
ചെറിയൊരു ഭാഗം ഭൂമി ആകാശവുമായിട്ട് ഇങ്ങോട്ട് കൂടിച്ചേറിയാണ്. അതിനിടയിൽ ഞാൻ അങ്ങോട്ട് പെട്ടുപോകുകയാണ്. എത്ര വേദന, എത്ര പ്രയാസം! അതിനേക്കാളുമാണ് എന്റെ പ്രയാസം, അതിനേക്കാളുമാണ് ഈ മരണത്തിന്റെ അവസ്ഥയെന്ന് മഹാനായ തങ്ങൾ പഠിപ്പിക്കുക. അല്ലാഹുവേ പടച്ചോനെ, ഞങ്ങളുടെ മരണസമയം നീ നന്നാക്കി തരണേ റബ്ബേ. ഈമാൻ ഉള്ളവരാക്കി തരണേ റബ്ബേ. ഈമാൻ നഷ്ടപ്പെടുത്തല്ല റബ്ബേ. എന്റെ പ്രിയമുള്ളവരെ, ഇതാണ് മരണത്തെ കുറിച്ചിട്ട് അവിടുന്ന് പറയാണ്. എന്നിട്ടതാ അവിടുന്ന് പറയുന്നു, ഞാൻ ആദ്യകാലത്ത് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ വധിക്കാൻ വേണ്ടിയിട്ട് കടന്നു വന്നവനായിരുന്നു. മുത്തുനബിയോട് വല്ലാത്ത ദേഷ്യമായിരുന്നു, ഇസ്ലാമിന്റെ ശത്രുവായിരുന്നു. ആ സമയത്ത് ഞാൻ മരിച്ചിരുന്നെങ്കിൽ അല്ലാ, എനിക്ക് വല്ലാത്ത നഷ്ടമാണ് എന്നവിടുന്ന് മഹാനവരിൽ കണ്ണീരോടെ പറയുകയാണ്. അള്ളാന്റെ റസൂലിനെ വധിക്കാൻ വേണ്ടി കടന്നു വന്നവരായിരുന്നു. പക്ഷേ അവിടെ നിന്നോ പിന്നീട് അല്ലാഹു തആല ഹിദായത്ത് കൊടുത്തു മഹാനവറുകൾക്ക്. ഇന്ന് അങ്ങനെ ആദ്യകാലത്ത് ഞാൻ മരിച്ചിരുന്നെങ്കിൽ എനിക്ക് നഷ്ടമാണ്. ഇതാ അവിടുന്ന് രണ്ടാമതായിട്ട് പറയാണ്, ഞാൻ മുസ്ലിമായ ശേഷം എനിക്ക് ഏറ്റവും പ്രിയം ആരോടെന്നറിയോ? എന്റെ ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് വല്ലാത്ത സ്നേഹം. അങ്ങനെ യുദ്ധങ്ങളുടെ ചുമതല വരെ എന്നെ അള്ളാന്റെ ഹബീബ് ഏൽപ്പിച്ചിട്ടുണ്ട്. ആ സമയത്താണ് ഞാൻ മരിച്ചിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു അല്ലാ. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അവിടുത്തെ പ്രാർത്ഥന, അവിടുത്തെ നേതൃത്വം കൊടുത്തിട്ടുള്ള നമസ്കാരം അതെനിക്ക് ലഭിക്കുമല്ലോ എന്ന് ഞാനിതാ ആഗ്രഹിച്ചിരുന്നു. ഞാൻ വലിയ ഭാഗ്യവാനായി മാറിയിരുന്നല്ലോ. രണ്ടാമത് അവിടുന്ന് പറയാം, പിന്നീട് എന്റെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ സ്നേഹമുണ്ടായിരുന്നത് എന്റെ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടാണ്. എന്റെ മുത്തുനബിയോടാണ്. ആ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ജീവിച്ചിരിക്കുന്ന കാലത്താണ് ഞാനങ്ങ് മരണപ്പെടുന്നെങ്കിൽ പടച്ചോനെ ഞാൻ കഴിച്ചിലായിരുന്നല്ലോ. എന്നാലെന്താ അവിടുത്തെ പ്രാർത്ഥന കിട്ടും, അവിടുത്തെ നേതൃത്വം കൊടുത്തിട്ടുള്ള ജമാഅത്ത്, അവിടുത്തെ നേതൃത്വം ജനാസ നമസ്കാരം കിട്ടും അല്ലെ? എന്റെ പേരിൽ മുത്തുനബി നിസ്കരിക്കാൻ അതെനിക്ക് ലഭിക്കും. അതിൽ ഞാൻ അതിയായി ആഗ്രഹിച്ചിട്ടുണ്ടെന്ന് മഹാനവറുകൾ പറയാണ്. എന്നിട്ട് അവിടുന്ന് മൂന്നാമത് പറയുന്നത് എന്തെന്നറിയോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാലശേഷം ഞാൻ ഭൗതിക ജീവിതത്തിൽ മുഴുകുകയാണ്. അല്ലാഹുവിങ്കൽ എന്റെ അവസ്ഥ എന്തായിരിക്കുമെന്ന് എനിക്കറിയില്ല എന്ന് മഹാനവറുകൾ അവിടെ പറയുകയാണ്. എന്റെ പ്രിയമുള്ളവരെ, എത്ര യുദ്ധത്തിൽ പങ്കെടുത്തവരാണ്, റസൂലുള്ളാഹിനെ കണ്ടവരാണ്, സ്വഹാബിയാണ്, റസൂലുള്ളാഹിന്റെ കൂടെ നിന്നവരാണ്. എന്നിട്ടും മരണസമയത്തെ കുറിച്ചിട്ട് അവിടുന്ന് പേടിച്ചു പോവുകയാണ്. അല്ലാഹുവേ, നമ്മൾ റസൂലുള്ളാഹിനെ കണ്ടിട്ടില്ല, റസൂലുള്ളാഹിനെ തൊട്ടിട്ടില്ല, സ്വഹാബിയായിട്ടില്ല. നമ്മുടെ ജീവിതത്തിൽ മുഴുവനും പാപങ്ങളാണ്, പാപത്തിന്റെ കറകളാണ്. എന്നിട്ട് പോലും നമുക്ക് ആ സമയം വരുമെന്ന് നമുക്ക് ഓർമ്മയില്ല, നമുക്ക് പേടിയില്ല, ബേജാറില്ല. ഇതാണ് നമ്മുടെ അവസ്ഥ അല്ലേ? അല്ലാഹു കാത്തിരക്ഷിക്കട്ടെ, അല്ലാഹു തആല കാത്തിരക്ഷിക്കട്ടെ. അതുകൊണ്ട് എന്റെ പ്രിയമുള്ളവരെ, അല്ലാഹുവിനോട് നമ്മൾ ദുആ ചെയ്യേണ്ട ഒരു പ്രാർത്ഥനയുണ്ട്. മഹാനായ മൂസൽ ഖാലിബ് റളിയല്ലാഹു തആല അൻഹു അവിടുന്ന് എപ്പോഴും ദുആ ചെയ്യുമായിരുന്നു. അല്ലാഹുമ്മ ഇന്നി അസ്അലുക الراحة عند الموت والعفو عند الحساب. മഹാനവറുകൾ അവിടുന്ന് എപ്പോഴും ദുആ ചെയ്യുകയാണ്, പടച്ച തമ്പുരാനെ, എനിക്ക് മരണസമയത്ത് സമാധാനവും ഹിസാബിന്റെ സമയത്ത് മാപ്പും നീ എനിക്ക് നൽകണേ അല്ലാ. എന്തൊരു നല്ല പ്രാർത്ഥനയാണ്. അല്ലാഹുമ്മ ഇന്നി അസ്അലുക الراحة عند الموت. പടച്ചവനെ, മരണത്തിന്റെ സമയത്ത് ഞാൻ നിന്നോട് റാഹത്തിനെ ചോദിക്കുകയാണ് അല്ലാ. ആ സമയത്ത് നിന്നോട് ഞാൻ നന്മയെ ചോദിക്കുകയാണ് അല്ലാ. ആ മരണത്തിന്റെ സമയത്ത് ഞാൻ നിന്നോട് റാഹത്തിനെ ചോദിക്കുകയാണ് അല്ലാ എന്ന് മൂസൽ ഖാലിം റളിയല്ലാഹു തആല അൻഹു എന്റെ പ്രിയമുള്ളവരെ ദുആ ചെയ്യാണ്. പിന്നെ പറയുന്നത് എന്താ? വൽ അഫു ഇൻദൽ ഹിസാബ്. പടച്ചവനെ, നീ എന്റെ ഹിസാബ്, ആ സമയത്ത് നീ എനിക്ക് മാപ്പ് നൽകണേ അല്ലാ. അല്ലാഹുവേ, ഇത് നല്ലൊരു പ്രാർത്ഥനയാണ് അല്ലേ? പടച്ച തമ്പുരാനോട് അവിടുന്ന് വല്ലാത്ത ബന്ധം കൊടുക്കുന്ന നല്ലൊരു പ്രാർത്ഥന.
അല്ലേ? നല്ലൊരു പ്രാർത്ഥന. അള്ളാഹു മനസ്സിലാക്കാൻ തൗഫീഖ് നൽകട്ടെ. അള്ളാഹു തആല മനസ്സിലാക്കാൻ തൗഫീഖ് നൽകട്ടെ. അതേപോലെ തന്നെ എൻ്റെ പ്രിയമുള്ളവരെ, മഹാനായ അബൂ സക്കരിയ റളിയല്ലാഹു തആല അൻഹുവിന്റെ മരണസമയം നമുക്കൊന്ന് ചർച്ച നടത്താം. എൻ്റെ പ്രിയമുള്ളവരെ, മഹാൻ അവരുടെ മരണത്തിന്റെ സമയത്ത് ഒരു കൂട്ടുകാരൻ വന്ന് തഹ്ലീൽ ഇങ്ങനെ ചൊല്ലിക്കൊടുക്കാൻ. മരണത്തിന്റെ സമയത്ത് നമ്മൾ ശ്രദ്ധിക്കണം. മരണത്തിന്റെ സമയത്ത് ശ്രദ്ധിക്കേണ്ട വിഷയമാണ് എൻ്റെ പ്രിയമുള്ളവരെ പറയുന്നത്. അവിടുത്തെ കൂട്ടുകാരൻ കടന്നു വന്നിട്ട് തഹ്ലീൽ ഇങ്ങനെ ചൊല്ലിക്കൊടുത്തു. അദ്ദേഹം ഏറ്റുചൊല്ലാതെ മുഖം തിരിച്ചു. പഠിച്ചവനെ 3 പ്രാവശ്യം അവിടുന്ന് ചൊല്ലിക്കൊടുക്കുകയാണ്. അപ്പോൾ അദ്ദേഹം പറയുകയാണ്, ലാ അഖൂലു, നിങ്ങൾ പറയുന്നത് ഒരിക്കലും തന്നെ ഞാൻ പറയില്ല എന്നവിടുന്ന് പറയാണ്. കൂട്ടുകാരൻ പരിഭ്രമിച്ചു. പഠിച്ചവനെ, ഞങ്ങൾ എത്രയോ സ്നേഹത്തോടെ നടന്നവരാണ്, ഞങ്ങൾ ഒരുപാട് ഇബാദത്ത് ചെയ്തവരാണ്, ഞങ്ങൾക്ക് നേതാവായിരുന്നു. എന്നിട്ടും പടച്ച തമ്പുരാനെ, അല്ലാഹുവേ, എന്താണിത് നടക്കുന്നത്? എന്താണ് ഈ അത്ഭുതമെന്ന് മഹാനവറുകൾ അവിടെ നിന്ന് പറയുകയാണ്. അല്ലാഹുവേ, പഠിച്ചവനെ, ഒന്ന് ആലോചിച്ച കണികൾ. അല്ലാഹുവേ, ആ മഹാനവറുകൾ മുഖം തിരിച്ചു കളയാണ്. എന്താണ് ആ സമയം? ശരിക്കും ശ്രദ്ധിച്ചൊരു ബാക്കിയും കൂടെ കേൾക്ക് എന്റെ പ്രിയമുള്ളവരെ. എന്നിട്ടോ അതാ അവിടുന്ന് മഹാനായ തങ്ങള് അവിടുന്ന് ഇങ്ങനെ അബൂ സക്കരിയ റളിയല്ലാഹു തആല അൻഹു അവിടുന്ന് മുഖം തിരിക്കാണ്. കൂട്ടുകാരൻ അവിടുന്ന് പരിഭ്രമിച്ചു. ചുറ്റുമുള്ളവരിങ്ങനെ പേടിച്ചു നിൽക്കുകയാണ്. കാരണം ഞങ്ങൾ അത്രത്തോളം ബഹുമാനിച്ചവർ മരണത്തിന്റെ സമയത്ത് അവിടുന്ന് മുഖം തിരിക്കുന്നുവോ. അല്പസമയം കഴിഞ്ഞപ്പോൾ അദ്ദേഹം ഇങ്ങനെ കണ്ണ് തുറന്നു. എന്നിട്ട് ചോദിക്കുകയാണ്, നിങ്ങൾ എന്തെങ്കിലും എനിക്ക് പറഞ്ഞു തന്നിട്ടുണ്ടോ? ഹൽ ഖുൽതും ശൈആ, നിങ്ങൾ എന്താണ് എനിക്ക് പറഞ്ഞു തന്നത് എന്ന് അവിടുന്ന് മഹാനവറുകൾ പറയാൻ. ആ സമയത്ത് കൂട്ടുകാരൻ പറഞ്ഞു, അതെ, ഞാൻ നിങ്ങൾക്ക് 3 പ്രാവശ്യം തഹ്ലീൽ ചൊല്ലി തന്നിട്ടുണ്ട്. 3ാമത്തെ പ്രാവശ്യം ഞാൻ ചൊല്ലുകയില്ല എന്ന് നിങ്ങൾ എന്നോട് പറഞ്ഞല്ലോ. ഞാൻ 3 പ്രാവശ്യം നിങ്ങൾക്ക് തഹ്ലീൽ ചൊല്ലി തന്നു. 3ാമത്തെ പ്രാവശ്യം നിങ്ങൾ എന്റെ അടുത്ത് പറഞ്ഞു, നിങ്ങൾ എനിക്ക് പറയണ്ട, ഞാനത് ചൊല്ലൂരാ. പഠിച്ചവനെ, ഇത് കേട്ടപ്പോഴാണ് ചുറ്റും നിൽക്കുന്നവർ അത്ഭുതപ്പെട്ടു പോയത്. അല്ലേ? അത്രയും ബഹുമാനം കൊടുത്ത, അത്രയും സ്നേഹം കൊടുത്ത വലിയ പണ്ഡിതനെന്ന് കണ്ടിരുന്ന മഹാനവരുടെ മരണത്തിന്റെ സമയത്ത് ഇങ്ങനെ ഒരു വാക്ക് കേൾക്കുമ്പോ പേടിക്കൂലേ? ആ സമയത്താണ് മഹാനായ അബൂ സക്കരിയ റളിയല്ലാഹു തആല അൻഹു പറയുന്നു, ഇബ്ലീസ് ഒരു പാത്രം വെള്ളവുമായിട്ട് എന്റെ വലതു ഭാഗത്ത് വന്നു. എന്നോട് ചോദിച്ചു, നിങ്ങൾക്ക് വെള്ളം ആവശ്യമുണ്ടോ? എന്നോട് ചോദിക്കാണ്, അതഹ്താജു ഇല, നിങ്ങൾക്ക് വെള്ളം വേണോ? ഞാൻ പറഞ്ഞു, എനിക്ക് വെള്ളം വേണ്ട. എന്നിട്ട് പറയാണ്, എങ്കിൽ ഈസാ നബി അലൈഹിസ്സലാമിന്റെ മകനാണ്, ഈസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ മകനാണെന്ന് പറയുക. ഞാൻ അവരിൽ നിന്ന് ശ്രദ്ധ മാറ്റി. ഈസാ നബിന്റെ മകനാന്ന് പറയും, ഈസാ നബിന്റെ മകനാന്ന് പറയും. ഇബ്ലീസ് പറയാം. അവിടുന്ന് ശ്രദ്ധ, മഹാനായ തങ്ങൾ അവിടുന്ന് നിങ്ങൾ ശ്രദ്ധ മാറ്റി. അപ്പോൾ അവൻ കാൽഭാഗത്തിലൂടെ ഇങ്ങനെ കടന്നു വരികയാണ്. നമ്മുടെ മഹാന്റെ കാലിന്റെ ഭാഗത്തിലൂടെ ഇങ്ങനെ കടന്നു വന്നു. എന്നിട്ട് വന്ന് പറഞ്ഞു, ഇതേ പ്രകാരം പറഞ്ഞു, എന്തെന്നറിയോ? വീണ്ടും വളർന്ന് പറയാണ്, നിനക്ക് വെള്ളം വേണോ? ഞാൻ ഈസാ നബിയുടെ മകനാണെന്ന് പറയേ. അപ്പോഴും ഞാൻ മറുപടി പറഞ്ഞു. അവിടുന്ന് ആവർത്തിച്ചു, ഞാൻ പറയില്ല, എനിക്ക് വെള്ളം വേണ്ട. അവിടുന്ന് തലതിരിക്കാണ്. 3ാമത്തെ പ്രാവശ്യം എന്നോട് പറഞ്ഞു, നീ ആരാധനമില്ലെന്ന്, നീയല്ലാതെ ഒരു ആരാധനമില്ലെന്ന് പറയാ. എന്താ പറഞ്ഞേ? നീയല്ലാതെ ആരാധനയില്ല എന്ന് എന്നോട് പറ എന്ന് ആ മനുഷ്യൻ വന്ന്, ഇബ്ലീസ് വന്നിട്ട് പറയാണ്. ഇബ്ലീസ് വന്നിട്ട് പറയാണ്, അപ്പോഴാണ് ഞാൻ പറഞ്ഞത്, ഒരിക്കലും ഞാൻ പറയില്ല, അല്ലാതെ നിങ്ങൾ കലിമ ചൊല്ലിയതിനല്ല ഞാൻ അങ്ങനെ പറഞ്ഞത് എന്ന് മഹാനായ തങ്ങൾ അവിടെ നിന്ന് പഠിപ്പിക്കുകയാണ്. എന്റെ മറുപടി കേട്ട ഇബ്ലീസ് വെള്ളപ്പാത്രം നിലത്തേക്ക് അങ്ങ് എറിയുകയാണോ, അവിടെ നിന്ന് പിന്തിരിഞ്ഞോടുകയാണോ. ഞാൻ ഇബ്ലീസിന്റെ മറുപടി കൊടുത്തു, അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അശ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ് എന്ന് ഞാൻ അവിടുന്ന് ഇബ്ലീസിന്റെ മറുപടി കൊടുത്തു എന്ന് മഹാനായ അബൂ സക്കരിയ റളിയല്ലാഹു തആല അൻഹു പറയാം.
ഇബ്ലീസ് അപ്പൊ നമ്മൾ മരിക്കുന്ന സമയത്തും നമ്മുടെ മുമ്പിലേക്ക് വരും. നമ്മുടെ മുമ്പിലേക്ക് ഇബ്ലീസ് കടന്നു വരുമ്പോൾ ഉമ്മാന്റെ രൂപത്തിലാകാം, വാപ്പാന്റെ രൂപത്തിലാകാം, മക്കളുടെ രൂപത്തിലാകാം, നമുക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ള നമ്മുടെ ഉസ്താദിന്റെ രൂപത്തിൽ വരും, നമ്മുടെ സഹോദരങ്ങളുടെ രൂപത്തിൽ വരും, എല്ലാവരും നമുക്ക് ഇഷ്ടപ്പെട്ടവരുടെ രൂപത്തിൽ വരും. പക്ഷേ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ രൂപത്തിൽ വരാൻ കഴിയില്ല. ഈമാനുള്ളവർക്ക് അത് മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്. ഹൃദയത്തിനകത്ത് ഈമാനുണ്ടെങ്കിൽ ഇബ്ലീസിന്റെ ഈ കുതന്ത്രങ്ങൾ മനസ്സിലാക്കാൻ എല്ലാവർക്കും കഴിയും. പക്ഷേ ഹൃദയത്തിനകത്ത് ഈമാനില്ലേ, എന്നാൽ അവർക്ക് ഇബ്ലീസിന്റെ ഈ ചതിയിൽ പെട്ട് അല്ലാഹുവേ അവൻ അവിടുന്ന് ഇബ്ലീസിനെ അള്ളയാണെന്ന് സമ്മതിച്ചിട്ട് അവിടുന്ന് ഈമാനില്ലാതെ ലോകത്തോട് വിട പറയും. മഹാനായ സക്കരിയ റളിയല്ലാഹു തആല അൻഹു പെട്ടെന്ന് അവിടുന്ന് ഞാൻ പറയില്ല എന്ന് പറഞ്ഞപ്പോൾ എൻ്റെ പ്രിയമുള്ളവരെ എല്ലാവരും അത്ഭുതപ്പെട്ടു പോയി. ഇത്രയും വലിയൊരു മഹാൻ മരിക്കുന്ന സമയത്ത് അവിടുന്ന് ഇങ്ങനെ പറയേ എൻ്റെ പ്രിയമുള്ളവരെന്ന് ആലോചിച്ച് നോക്കൂ. അല്ലാഹുവേ നീ ഞങ്ങളെ കാത്ത് രക്ഷിക്കണേ റഹ്മാനെ, നീ ഞങ്ങളെ കാത്ത് രക്ഷിക്കണേ റബ്ബേ. പടച്ചോനെ ആ സമയത്ത് ഇബ്ലീസിന്റെ ഒരു ശർറും ഇബ്ലീസിന്റെ ഒരു അടുപ്പവും ഞങ്ങൾക്ക് നൽകല്ല റഹ്മാനെ. ഞങ്ങൾ ഈ ഇരിക്കുന്ന ഒരാൾക്കും നീ നൽകല്ല റഹ്മാനെ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. ുള്ളവരെ ഇനി ഒരാൾ ജനാസയിൽ അനുഗമിച്ചാൽ, നമ്മുടെ നാട്ടിൽ ഒരാൾ മരിച്ചു, ആ മരിച്ച എല്ലാ കാര്യങ്ങളിലും പെണ്ണാണെങ്കിൽ അവന്റെ വീട്ടിലേക്ക് പോയി എല്ലാ കാര്യങ്ങളും അവിടുന്ന് ചെയ്തു. വേണ്ട കാര്യങ്ങളൊക്കെ വീട്ടുകാർക്ക് ചെയ്തു കൊടുത്തു. അതേപോലെ തന്നെ പിന്നെ എന്താ പറയാ, ഒരു പുരുഷനാണെങ്കിൽ ആ മരണസമയത്ത് ആ വീട്ടിലേക്ക് കടന്നു ചെന്ന് എല്ലാ കാര്യങ്ങളിലും അവൻ ഉണ്ട്. അവസാനം ഖബറടക്കുന്നത് വരെ അവൻ കൂടെ നിന്നാൽ അവരൊന്ന് ശ്രദ്ധിക്കണം, അതിനുള്ളൊരു പ്രതിഫലമുണ്ട്. മഹാനായ അലി റളിയല്ലാഹു തആല അൻഹു പറയുന്നു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. ഒരാൾ പ്രതിഫലം ആഗ്രഹിച്ച് താല്പര്യത്തോടെ തന്റെ കൂട്ടുകാരനെ സന്ദർശിച്ചാൽ 1000 മലക്കുകൾ അവനെ പരിപാലിക്കുന്നതാണ്. അവൻ പകലിലാണ് സന്ദർശിക്കുന്നതെങ്കിൽ വൈകുന്നേരം വരെ, രാത്രിയാണെങ്കിൽ പ്രഭാതം വരെ മലക്കുകൾ അവന് വേണ്ടിയിട്ട് പൊറുക്കലിനെ തേടിക്കൊണ്ടിരിക്കുന്നതാണ്. അവൻ കൂട്ടുകാരന്റെ അടുക്കൽ നിൽക്കുന്ന സമയം മുഴുവനും അവൻ സ്വർഗത്തിന്റെ ഒരു തോപ്പിലാണെന്ന് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പഠിപ്പിക്കാൻ. അലി റളിയല്ലാഹു തആല അൻഹു പറയാണ്, ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുമ്പിൽ ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് തന്റെ കൂട്ടുകാരൻ ഒരാൾ പ്രതിഫലം ആഗ്രഹിച്ചുകൊണ്ട് നന്മ ഉദ്ദേശിച്ച് അവന്റെ വിശേഷങ്ങൾ അറിയാൻ, അവന്റെ എല്ലാ കാര്യങ്ങൾക്കും വേണ്ടിയിട്ട് നല്ല ഉദ്ദേശത്തോടു കൂടി സന്ദർശിച്ചാൽ ആ സന്ദർശനത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്ക് കൊടുക്കാൻ, ആ കൂടിങ്ങനെ സംസാരിക്കുന്ന കാലത്ത് ആ ഒരു സമയത്ത് അല്ലാഹുവിന്റെ പ്രത്യേകമായ മലക്കുകളുടെ ആ ഒരു പ്രാർത്ഥന അവർക്ക് ലഭിക്കുമെന്ന് അല്ലാഹുവിന്റെ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ മലക്കുകളുടെ പരിപാലനത്തിലാണ് അവൻ. ആ മലക്കുകൾ അവർക്ക് വേണ്ടി പ്രത്യേകം ദുആ ചെയ്യുകയാണ്. അവൻ ആ സമയത്ത് സ്വർഗ്ഗത്തിന്റെ ഒരു തോപ്പിലാണ് എന്ന് അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇതിങ്ങനെ പറഞ്ഞു കഴിഞ്ഞിട്ട് അള്ളാന്റെ ഹബീബ് ഒരിക്കൽ പറയാണ്, ഇനി അവൻ ഒരു ജനാസയുടെ മേൽ നിസ്കരിച്ചാൽ, ഒരാള് പ്രതിഫലം ആഗ്രഹിച്ചിട്ട് അവിടുന്ന് ജനാസയുടെ മേൽ നിസ്കരിച്ചാൽ അവന്റെ അല്ലാഹു തആല ഒരു ഖൈറാത്ത് രേഖപ്പെടുത്തുന്നതാണ്. അപ്പൊ ഇങ്ങനെ ചോദിച്ചു, അലി റളിയല്ലാഹു തആല അൻഹു ചോദിച്ചു, എന്താണ് നബിയേ ഒരു ഖൈറാത്ത് എന്ന് പറഞ്ഞാൽ? അവിടുന്ന് മറുപടി പറയാണ്, നിങ്ങൾ ഉഹദ് പർവ്വതം കണ്ടിട്ടുണ്ടോ? അത്രത്തോളമാണ് ഒരു ഖൈറാത്ത് എന്ന് പറഞ്ഞാൽ, അതാണ് ഒരു ഖൈറാത്ത് എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഉഹദ് മലയോളം നന്മ അല്ലാഹു തആല രേഖപ്പെടുത്തും. ഇതാണ് ഒരു ഖൈറാത്തിന്റെ വലിപ്പം.
മനസ്സിലായോ? അല്ലാഹു തആല തരട്ടെ, അല്ലാഹു നൽകട്ടെ. അതാ നിങ്ങൾ ഉഹുദ് പർവ്വതം കണ്ടിട്ടുണ്ടോ? അതാണെന്ന് പറഞ്ഞിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, അതുപോലെയാണ് ഒരു ഖിറാത്ത്. അത്രത്തോളം മഹത്വമാണ്, പ്രതിഫലമാണ്. ഇനി ജനാസ ഒരാൾ മറവ് ചെയ്യുവോളം അവനെങ്ങാനും അതിനെ പിന്തുടർന്നാൽ അവനൊരു ഖിറാത്ത് കൂടി രേഖപ്പെടുത്തുന്നതാണ്. നിസ്കാരം കഴിഞ്ഞിട്ട് മറവ് ചെയ്യാൻ വേണ്ടിയിട്ട് പള്ളിക്കാട്ടിലേക്ക് പോകുന്ന സമയം, എന്റെ പ്രിയമുള്ളവരെ, ആ ഒരു സമയം അവിടെ ഇങ്ങനെ എടുത്തിട്ട് പള്ളിക്കാട്ടിൽ കൊണ്ടുപോകുന്നവരെ ഒരു കൂടണ്ടെങ്കിൽ ഒരു ഖിറാത്ത് കൂടി കൊടുക്കും അല്ലാഹു തആല. അപ്പൊ നിസ്കരിച്ചതിന് ഒരു ഖിറാത്ത്, ഒരു ഉഹുദ് മല. അവിടുന്ന് പള്ളിക്കാട്ടിലേക്ക് കൊണ്ടുപോകുമ്പോ വരെ എന്റെ കൂടെ ഉണ്ടായത് കൊണ്ട് ഒരു ഖിറാത്ത് കൂടി, അപ്പൊ 2 ഖിറാത്ത്. അപ്പൊ എത്ര പ്രതിഫലം അല്ലാഹു തആല നൽകുന്നുണ്ടെന്ന് ആലോചിച്ചു കാണികളെ. ജനാസയെ അനുഗമിക്കുന്നത് കൊണ്ടുള്ള പ്രതിഫലം മനസ്സിലാക്കണം. ഒരാൾ മരിച്ചിട്ട് ആ മരിച്ച മനുഷ്യനെ നമ്മൾ അള്ളാഹുവിന്റെ മുമ്പിലേക്ക് അങ്ങോട്ട് പറഞ്ഞയക്കുന്ന സമയത്ത് ആ മറവ് ചെയ്യുന്നത് വരെ കൂടണ്ടെങ്കിൽ പ്രതിഫലാണ്. ഇത് വേറെ വിടുന്ന് കിട്ടാനാ, ഇതൊക്കെ വേറെ വിടുന്ന് കിട്ടാനാ. ഇതൊക്കെ നാളെ പടച്ച തമ്പുരാന്റെ മുമ്പിലേക്ക് ഇങ്ങനെ ചൊല്ലുമ്പോ അള്ളാഹു തആല ഇതിനുള്ള മഹത്വങ്ങൾ നമുക്ക് ഇങ്ങനെ കാണിച്ചു തരുമ്പോ എന്തൊരാനന്ദകരല്ലേ, നമുക്ക് എന്തൊരാനന്ദായിരിക്കും. ഒരിക്കലും നമ്മൾ പ്രതീക്ഷിക്കാത്ത കൂമ്പാരമുള്ള നന്മകൾ നമ്മുടെ മുമ്പിലേക്ക് ഇങ്ങനെ വരുമ്പോ, അല്ലാഹുവേ, നമ്മൾ ഇവിടുന്ന് ഇങ്ങനെ പേടിച്ചിട്ട് ഒന്നും ചെയ്തിട്ടില്ല, നമസ്കാരങ്ങളൊക്കെ ഫർള് മാത്രം എടുത്ത് സുന്നത്തുകളില്ലാതെ പടച്ചവനെ ഇബാദത്തുകളിലേക്ക് ഒരുപാട് അശ്രദ്ധവാരായി ഇങ്ങനെ കടന്നുപോയി അള്ളാന്റെ മുമ്പിലേക്ക് അങ്ങോട്ട് ചൊല്ലുന്ന സമയത്ത് എന്റെ പ്രിയമുള്ളവരെ, ഇതങ്ങ് കാണുമ്പോ സമയത്ത് ഒരു സന്തോഷം നോക്കണേ. നമ്മളെ സന്തോഷം തീർന്നില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് അതാ വീണ്ടും അവിടുന്ന് ചോദിക്കുന്നു, എന്താണ് നബി അവിടുത്തെ ഒരു ഖിറാത്ത് എന്ന് പറഞ്ഞാൽ? അപ്പോഴും നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്, സ്വഹാബത്തെ, നിങ്ങൾ ഉഹുദ് മലയെ കണ്ടിട്ടില്ലേ? അതുപോലെയാണ്, അത് തന്നെയാണ്, അതുപോലെയാണ് ഒരു ഖിറാത്ത് എന്ന് അല്ലാഹുവിന്റെ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. വീണ്ടും അവിടുന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാണ്, മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുകയാണ്, നിങ്ങൾ മരണ സമയത്ത് ഒരു മനുഷ്യൻ മരിക്കുകയാണെന്നുണ്ടെങ്കിൽ അവിടെ പോണം. ഒരു മനുഷ്യൻ മരിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ അവിടെ പോണം. എന്നിട്ട് നിങ്ങൾ ആ പുരുഷന്മാർ ആ ഖബർ വരെ പോണം. മറമാടിയിട്ട് അവിടുന്ന് നിസ്കാരം കഴിഞ്ഞിട്ട് തിരിച്ചു പോകരുത്. മനസ്സിലായോ? പ്രതിഫലാണ് അല്ലാഹു തആല നൽകുന്നത്. ഖബർ അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറുൽ ഖബറ ഫഇന്നഹാ തുദക്കിറുൽ ആഖിറ, നമ്മൾ ആഖിറത്തിലേക്ക് ചിന്തിപ്പിക്കുന്ന ഒരു പ്രവർത്തനമാണ് ഖബർ സിയാറത്ത്. മനസ്സിലായോ? നമ്മുടെ പള്ളിക്കാട്ടിൽ പോയിട്ട് പെണ്ണുങ്ങൾ സ്ത്രീകളോടല്ല പറയുന്നത്, അത് സ്ത്രീകൾക്കുള്ളതല്ല, പുരുഷന്മാരാണ്. നമുക്ക് അല്ലാഹു തആല സുന്നത്താക്കിയ ഖബർ സിയാറത്ത് അത് മഹാന്മാരുടെ ഖബറുകളാണ്. അവിടെ പോയിട്ട് നമ്മൾ ദുആ കൊണ്ട് വസിയത്ത് ചെയ്യലും മനസ്സിനെ നമ്മൾ ശാന്തമാക്കലും അതാണ് സ്ത്രീകൾക്ക്. അല്ലാഹു തആല മനസ്സിലാക്കാൻ തൗഫീഖ് തരട്ടെ, അല്ലാഹു തൗഫീഖ് നൽകട്ടെ. എന്റെ പ്രിയമുള്ളവരെ, അപ്പൊ നമ്മൾ പറഞ്ഞത് മരണത്തെക്കുറിച്ചും ആ മരണത്തിലുമായി ജനാസ അനുഗമിക്കുന്നതിനെ കുറിച്ചുമാണ്. അല്ലാഹു തആല നമുക്ക് നല്ല മരണം അല്ലാഹു തആല നൽകട്ടെ. ഇൻഷാ അല്ലാഹ് നമ്മുടെ കുടുംബ ജീവിതത്തിൽ ബറക്കത്ത് ഉണ്ടാകാൻ, നല്ല ബറക്കത്തും സന്തോഷവും സമാധാനവുമുള്ള കുടുംബ ജീവിതം ആയി കിട്ടാൻ എന്റെ പ്രിയമുള്ളവരെ, നമ്മൾ 5 കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കാം. എത്ര? 5 കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കാം. എന്തെന്നറിയാം? 5 കാര്യങ്ങൾ എന്റെ പ്രിയമുള്ളവരെ ഇൻഷാ അല്ലാഹ് നമ്മൾ പറയാൻ പോകുന്നു. അല്ലാഹു തആല മനസ്സിലാക്കാൻ തൗഫീഖ് നൽകട്ടെ. എല്ലാവരും ആമീൻ പറ. അല്ലാഹു തആല മനസ്സിലാക്കാൻ നമുക്ക് എല്ലാവർക്കും അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ഒരു 3 സ്വലാത്ത് ചൊല്ല്. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം, സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സ്വല്ലി അലൈഹി വസല്ലം. നമ്മുടെ കുടുംബ ജീവിതത്തിൽ ഒരുപാട് നന്മകൾ നമ്മൾ ആഗ്രഹിക്കുന്നവരാണ്.
കുടുംബ ജീവിതത്തിൽ ബറക്കത്ത് ആഗ്രഹിക്കുന്നവരാണ്. കുടുംബ ജീവിതത്തിൽ മക്കളിൽ ഒക്കെ സമാധാനം ആഗ്രഹിക്കുന്നവരാണ് നമ്മളെല്ലാവരും. എന്നാൽ എന്റെ പ്രിയമുള്ളവരെ, അല്ലാഹുവേ പടച്ച തമ്പുരാനെ, 5 കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ മുറുകെ പിടിച്ചു കഴിഞ്ഞാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഉണ്ടല്ലോ, നമ്മുടെ മനസ്സിനകത്ത് വലിയ നന്മകൾ അല്ലാഹു തആല തരുന്നതാണ്. എല്ലാ പ്രയാസങ്ങൾക്കും അല്ലാഹു തആല അറുതി നൽകുന്നതാണ്. വേദനകൾ അല്ലാഹു തആല മാറ്റി തരുന്നതാണ് എന്ന് എന്റെ പ്രിയമുള്ളവരെ മഹാനായ മഹാന്മാര് നമ്മെ പഠിപ്പിക്കുകയാണ്. ഒന്നാമത്തെ കാര്യം എന്താണെന്നറിയോ? നമ്മൾ അവിടുന്ന് ഇബാദത്ത് നമ്മൾ ചെയ്യലാണ്. ഇബാദത്തിനെ മുറുകെ പിടിക്കലാണ്. അല്ലാഹു എന്റെ റബ്ബാണ്, മുത്തുനബി എന്റെ റസൂലാണ്. അതുകൊണ്ട് എന്റെ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഞാൻ ഒരിക്കലും തന്നെ മറക്കുന്നതല്ല. എന്റെ ജീവിതത്തോട് എന്റെ ഹബീബിനെ ഞാൻ ചേർത്ത് വെക്കുകയാണ്. എന്റെ ഹബീബാണ് എന്റെ ജീവിതത്തിന്റെ എല്ലാം. എന്നെ സൃഷ്ടിച്ച് പരിപാലിക്കുന്ന ഏകനായ പടച്ച തമ്പുരാനുണ്ട്. ആ പടച്ച തമ്പുരാന്റെ മുമ്പിൽ ഞാൻ സുജൂദ് ചെയ്യണല്ലോ. 5 വഖത്ത് നമസ്കാരം എനിക്ക് എന്റെ റബ്ബ് എനിക്ക് തന്നിട്ടുണ്ടല്ലോ. ഈ നമസ്കാരം കൃത്യമായിട്ട് വ്യക്തമായിട്ട് ഞാൻ ചെയ്യുക എന്നത് എന്റെ പേരിൽ ബാധ്യതയാണല്ലോ. അല്ലാഹുവേ, ഇത് ഞാൻ ചെയ്തിട്ടില്ലെങ്കിൽ നാളെ എന്റെ റബ്ബിന്റെ മുമ്പിലേക്ക് ഞാൻ കടന്നു ചെല്ലുമ്പോൾ ഞാൻ കുറ്റക്കാരനായി മാറുമല്ലോ, ഞാൻ ഒന്നുമില്ലാത്തവനായി മാറുമല്ലോ എന്നവിടുന്ന് പേടിച്ചുകൊണ്ട് പടച്ച തമ്പുരാന്റെ മുമ്പിൽ അവിടുന്ന് ആത്മാർത്ഥമായി കൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ട് ഓരോ സമയത്തും നമ്മൾ അവിടെ നിന്ന് എന്റെ പ്രിയമുള്ളവരെ ഇബാദത്തിലേക്ക് നമ്മൾ കടന്നു പോകണം. നല്ല ചിന്തയോടെ നമസ്കാരം, നോമ്പ്, സദഖ, സകാത്തുകൾ, ദിക്റുകൾ എല്ലാം നമ്മൾ കൊണ്ടു നടക്കണം. മനസ്സിലായോ? നമസ്കാരത്തെ, ഇബാദത്തുകളെ മാറ്റി നിർത്തരുത്. നമ്മൾ പറയും, പടച്ചവനെ എന്റെ പൊന്നുമോൻ എവിടെ പോയിട്ടും ഒരു റാഹത്തില്ല ഉസ്താദേ, ദുആ ചെയ്യണം. എന്റെ പൊന്നുമോൾ എവിടെ പോയിട്ടും ഒരു റാഹത്തില്ല, അവൾക്ക് കുടുംബ ജീവിതത്തിൽ സന്തോഷമില്ല, മകന് ജോലി ശരിയാകുന്നില്ല, മകന്റെ ജീവിതത്തിൽ പ്രയാസങ്ങളാണ് എന്ന് നമ്മളെല്ലാവരും വിഷമം പറയുന്നവരാണ്. ആ വിഷമം പറയുന്ന എന്റെ പ്രിയപ്പെട്ട ഉമ്മമാര്, ബാപ്പമാര് മനസ്സിലാക്കണം. അവരോടൊന്ന് ചോദിക്കണം, നിങ്ങൾ നമസ്കരിച്ചിട്ടുണ്ടോ? ഇന്ന് ഏതൊക്കെ വഖത്താണ് നിങ്ങൾ ഖളാ ആയിട്ടുള്ളത് എന്നവിടുന്ന് ചോദിച്ചു നോക്കണം. പരീക്ഷകൾ എഴുതിയിട്ട് അവിടുന്ന് തോറ്റിരിക്കുകയാണ്, മാർക്കില്ല, അവിടുന്ന് സെലക്ഷന് പോയിട്ട് ലഭിച്ചിട്ടില്ല. പടച്ചവനെ, നമ്മൾ വിചാരിക്കും പടച്ച തമ്പുരാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ അറിയുന്നില്ല. അങ്ങനെ വിചാരിക്കണ്ട. എന്റെ റബ്ബന്റെ കൂടെയുണ്ട്, എന്റെ സിട്ടാവന്റെ കൂടെയുണ്ടെന്നുള്ള ബോധം എനിക്കും നിങ്ങൾക്കും വേണം. ആ പടച്ച തമ്പുരാന് ശുക്ർ ചെയ്ത് നന്ദി ചെയ്തുകൊണ്ട് ഇബാദത്ത് ചെയ്തുകൊണ്ട് ഞാൻ ജീവിക്കേണ്ടവനാണെന്ന് നമുക്ക് ഓർമ്മ വേണം. എനിക്കെന്റെ കാര്യത്തിൽ ഓർമ്മ വേണം, നിങ്ങൾക്ക് നിങ്ങളുടെ കാര്യത്തിൽ ഓർമ്മ വേണം. ആ ഓർമ്മയില്ലാതെ വരുന്നത് കൊണ്ടാണ് പടച്ചവനെ നമുക്ക് ഇബാദത്തിന്റെ മടിയില്ലാത്തത്. എന്റെ റബ്ബ് നിരീക്ഷിക്കുന്നുണ്ട്, ഞാൻ എന്ത് ചെയ്താലും എന്റെ അല്ലാഹ് എന്നെ കാണും എന്നുള്ളൊരു ബോധം എന്റെ പ്രിയമുള്ളവരെ നമുക്ക് വരട്ടെ. ആ ബോധം നമുക്ക് കടന്നു വന്നാൽ അവിടെയാണ് നമ്മുടെ വിജയം എന്ന് പറയുന്നത്, അവിടെയാണ് നമ്മുടെ സന്തോഷം എന്ന് പറയുന്നത്. നമുക്ക് ജീവിതത്തിൽ വിജയിക്കാൻ കഴിയും ഇബാദത്ത് ചെയ്തിട്ട് ജീവിക്കാം. മക്കളും പറയും ഉസ്താദേ, ഞാൻ ഇന്റർവ്യൂവിന് പോയി എനിക്കത് കിട്ടിയില്ല, ഞാൻ പരീക്ഷയിൽ എനിക്കത് കിട്ടിയില്ല, ഞാൻ പല സ്ഥലങ്ങളിൽ ഇന്ന കാര്യത്തിന് പോയി എനിക്ക് നടന്നില്ല. ചോദിക്കണം, മോനെ ഇന്ന് നീ ഏത് നമസ്കാരമാണടാ നമസ്കരിച്ചിട്ടുള്ളത്? നീ നമസ്കാരത്തിന്റെ കാര്യത്തിൽ ശ്രദ്ധിക്കുന്നുണ്ടോ? ചോദിക്കണം അല്ലേ? നമസ്കാരത്തിന്റെ കാര്യത്തിൽ അശ്രദ്ധയാണ്, നമസ്കാരത്തിന്റെ കാര്യത്തിൽ അശ്രദ്ധയാണ്. ആ നമസ്കാരത്തിന്റെ കാര്യത്തിൽ, മറ്റു ഇബാദത്തുകളുടെ കാര്യത്തിൽ നമുക്ക് വിശ്വാസമില്ലെങ്കിൽ, അശ്രദ്ധ കാണിച്ചാൽ പിന്നീട് അല്ലാഹു തആല നമ്മെ പിടിക്കുന്നത് നമ്മുടെ ജോലിയിലാകാം. ജോലി നമുക്ക് കിട്ടൂല, പ്രയാസങ്ങൾ നമുക്ക് നൽകുകയാണ് അല്ലാഹു തആല. കാരണം പടച്ച തമ്പുരാനാണ് നമ്മോട് പറഞ്ഞത്, നിങ്ങൾ നമസ്കാരത്തെ നിങ്ങൾ നിലനിർത്തണേ. ആ നമസ്കാരത്തെ നിങ്ങൾ നിലനിർത്തി കഴിഞ്ഞാൽ
കഴിഞ്ഞാൽ നിങ്ങൾ വിചാരിക്കാത്ത ഭാഗത്തിലൂടെ നിങ്ങളെ റിസ്ക് ഞാൻ ഏൽക്കുകയാണ്. നിങ്ങൾ പേടിക്കണ്ട, നിങ്ങൾ പേടിക്കണ്ട. നിങ്ങൾ നിസ്കരിച്ചാൽ നിങ്ങളുടെ എല്ലാ കാര്യങ്ങളും ഞാൻ ഏറ്റെടുക്കുമെന്ന് പടച്ച തമ്പുരാനാണ് പറഞ്ഞത് നമ്മോട്. നമ്മെ സൃഷ്ടിച്ചിട്ട് നമുക്ക് വാഗ്ദാനങ്ങൾ നൽകിയവനാണ്. നിങ്ങൾ ഇന്നത് ചെയ്താൽ ഞാൻ നിങ്ങൾക്ക് അതിനേക്കാളുമുള്ള ഇത്രത്തോളം വലിയ അനുഗ്രഹം ഞാൻ നിങ്ങൾക്ക് തരുമെന്ന് നമ്മോട് പഠിപ്പിച്ചു. ഏകനായ പടച്ച തമ്പുരാൻ എന്നെ സൃഷ്ടിച്ച, നിങ്ങളെ സൃഷ്ടിച്ച, നമുക്കെല്ലാം തരുന്ന ഈ പ്രപഞ്ചത്തിന്റെ എല്ലാ കോണുകളിലും അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാം നിരീക്ഷിക്കുന്നവൻ, എല്ലാം പരിപാലിക്കുന്നവൻ, ഈ അഖില ലോക ബ്രഹ്മാണ്ഡ കടാഹങ്ങൾ മുഴുവനും സൃഷ്ടിച്ച് ഇതിനെല്ലാം പരിപാലിക്കുന്ന അല്ലാഹ്, ആ അല്ലാഹ് തന്നെയാണ് പറയുന്നത്. നമ്മെ സൃഷ്ടിച്ചിട്ട് നമ്മളെ ഉടമയോട് പറയാൻ ഞാൻ നിങ്ങൾക്കത് തരും, നിങ്ങൾ പേടിക്കണ്ട. പിന്നെ എന്തിന് നമ്മൾ പേടിക്കണം? പിന്നെ എന്തിന് നമ്മൾ പേടിക്കണം? അല്ലാഹു മനസ്സിലാക്കാൻ തൗഫീഖ് തരട്ടെ. അല്ലാഹു തആല മനസ്സിലാക്കാൻ തൗഫീഖ് നൽകട്ടെ. അല്ലേ, പല മക്കളും ഇന്ന് ജോലിക്ക് വേണ്ടിയിട്ട് പോകും, അവരുടെ പല പരീക്ഷകൾ എഴുതും, പല കാര്യങ്ങളിൽ അവർ പല വിഷയങ്ങളിൽ അവർ ഇടപെടും. ഇതൊന്നും ശരിയാകൂല, ഇതൊന്നും ശരിയാകൂല. എന്റെ പ്രിയമുള്ളവരെ, അവരോട് ചോദിക്കുക, മോനെ നീ നമസ്കരിക്കുന്നുണ്ടോ? അള്ളാഹിനെ പേടിക്കുന്നുണ്ടോ? ദിക്റുകൾ ചൊല്ലുന്നുണ്ടോ? അള്ളാഹിനെ നീ അറിയുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ അവൻ പറയും, ഉസ്താദേ എന്റെ നമസ്കാരങ്ങൾ ഖളായിട്ടുണ്ട്, ഞാൻ നിസ്കാരത്തിന്റെ കാര്യത്തിൽ ശ്രദ്ധിക്കുന്നില്ല. അങ്ങനെ നീ നടന്നു കഴിഞ്ഞാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നിന്റെ കാര്യങ്ങളിൽ പരാജയം നൽകും. അല്ലാഹുവിന്റെ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പഠിപ്പിക്കുക. അല്ലാഹു തആല ആദ്യം ഇങ്ങനെ അയച്ചിട്ട് തരും, പിന്നെ പടച്ച തമ്പുരാൻ ഒരു പിടുത്തമുണ്ട്. നമ്മൾ വിചാരിക്കാത്ത സമയത്തായിരിക്കും, നമ്മുടെ ജോലിയിലാകാം, നമ്മുടെ പഠനങ്ങളിലാകാം, നമ്മുടെ ജീവിതത്തിന്റെ മറ്റു പ്രധാനപ്പെട്ട കോണുകളിലാകാം അല്ലാഹുവിന്റെ പിടുത്തം വരിക. നമ്മൾ പിന്നെ എവിടെ നിന്ന് രക്ഷപ്പെടും? അല്ലാഹു മനസ്സിലാക്കാൻ തൗഫീഖ് നൽകട്ടെ. അല്ലാഹു തആല മനസ്സിലാക്കാൻ തൗഫീഖ് നൽകട്ടെ. അതുകൊണ്ട് നമസ്കാരത്തെ ഒഴിവാക്കരുത്, നമസ്കാരത്തെ ഒഴിവാക്കരുത്. നമസ്കാരം ശ്രദ്ധിക്കണം. എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരായ ആളുകൾ, എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരായ ആളുകൾ, ചെറുപ്പക്കാരികൾ, പഠിച്ചവനെ, നമസ്കാരമില്ലെങ്കിൽ മോളെ നിന്റെ കുടുംബ ജീവിതം തകർന്നു, നിന്റെ മക്കളുടെ കാര്യങ്ങൾ നഷ്ടപ്പെട്ടു, നിന്റെ കാര്യങ്ങൾ നഷ്ടപ്പെട്ടു, നിന്റെ ഭർത്താവിന്റെ കാര്യങ്ങൾ നഷ്ടപ്പെട്ടു. പെണ്ണെ, നീയൊന്ന് ആത്മാർത്ഥമായിട്ട് ഇരുന്നിട്ട് നിന്റെ ഭാര്യ നിന്റെ ഭർത്താവിന് വേണ്ടിയിട്ട് പെണ്ണെ നീയൊന്ന് ഇരുന്നിട്ട് കരങ്ങൾ ഇങ്ങനെ പിടിച്ചിട്ട് അല്ലാഹുവിനോടൊന്ന് പ്രാർത്ഥിച്ചാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രാർത്ഥന കേൾക്കും. നിന്റെ ഭർത്താവ് ജോലി ചെയ്യുന്നുണ്ടെങ്കിൽ ആ ഭർത്താവിന് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് അവന്റെ ആരോഗ്യത്തിനും അവന്റെ ആഫിയത്തിനും അവന്റെ ഓരോ നന്മയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കേണ്ടത് നിന്റെ കടമയാണ്, നിന്റെ കടമയാണ്. അല്ലാഹു മനസ്സിലാക്കാൻ തൗഫീഖ് നൽകട്ടെ. അല്ലാഹു മനസ്സിലാക്കാൻ തൗഫീഖ് നൽകട്ടെ. എന്റെ പ്രിയമുള്ളവരെ, എന്റെ പ്രിയപ്പെട്ട ഭാര്യ, നമ്മുടെ പ്രിയപ്പെട്ട ഭാര്യമാർ, അവർ വീട്ടിനകത്ത് ഇരുന്നു കൊണ്ട് തഹജ്ജുദ് നമസ്കരിച്ചിട്ട് ആദ്യം പ്രാർത്ഥിക്കേണ്ടത് ഭർത്താവിനെ പ്രാർത്ഥിക്കണം. ആ ഭർത്താവിനെ പ്രാർത്ഥിക്കാത്ത പെണ്ണ് ഒരു ഭാര്യയല്ല, അവൾ അല്ലാഹുവിന്റെ റസൂലിന് ഇഷ്ടമല്ലെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. നിങ്ങൾക്ക് മനസ്സിലായോ? നിങ്ങൾക്ക് മനസ്സിലായോ? അല്ലാഹു മനസ്സിലാക്കട്ടെ. നീ നിസ്കരിക്കുമ്പോ, നീ തഹജ്ജുദ് നമസ്കരിക്കുമ്പോ, ളുഹ നമസ്കരിക്കുമ്പോ പെണ്ണെ നീ നിന്റെ ഭർത്താവിന് ദുആ ചെയ്യണം. പടച്ച തമ്പുരാന് നിന്നെ വല്ലാത്ത ഇഷ്ടം. അല്ലാഹു ആ ഇഷ്ടം നിലനിർത്തി തരട്ടെ. അല്ലേ, അല്ലാഹു തആല ഇഷ്ടം നിലനിർത്തട്ടെ. ആമീൻ. എന്റെ പ്രിയമുള്ളവരെ, രണ്ടാമത്തെ കാര്യമാണ് തഖ്വ. എന്താണ്? അവിടുന്ന് തഖ്വയോട് കൂടെ ജീവിക്കലാണ് രണ്ടാമത്തത്. പടച്ച തമ്പുരാനെ ആത്മാർത്ഥമായിട്ട് ഹൃദയത്തിൽ അല്ലാഹുവിനെ പേടി വേണം. ഈ ദുനിയാവിൽ എന്റെ പടച്ച തമ്പുരാന്റെ കൂടെയുണ്ട് എന്നുള്ള ചിന്ത വേണം. ഈ ഭൂമിയിൽ ഞാൻ ജീവിക്കുന്നത് അല്ലാഹ് എന്റെ സൃഷ്ടാവായ പടച്ച തമ്പുരാൻ എനിക്ക് തന്നതാണ്.
നിങ്ങൾ കണ്ടിട്ടുണ്ടോ? അല്ലാഹുവേ, നമ്മുടെ മുൻകഴിഞ്ഞു പോയ പണ്ഡിത മഹത്തുക്കളെ എടുത്തു നോക്ക്. മഹാനായ ശംസുൽ ഉലമ വലിയ പാണ്ഡിത്യമായിരുന്നു, സമൂഹത്തിൽ അറിയപ്പെട്ടവരായിരുന്നു, കാര്യപ്പെട്ടവരായിരുന്നു. എന്നാലും അവിടുത്തെ തഖ്വ എത്രത്തോളമായിരുന്നു എന്റെ പ്രിയമുള്ളവരെ. തഖ്വ കൊണ്ട് താഴ്ന്നു പോയവരാണ് അവരൊക്കെ. മഹാനായ ശംസുൽ ഉലമയടക്കമുള്ള കഴിഞ്ഞു പോയ മഹത്തുക്കൾ ഇന്നും ബഹുമാനപ്പെട്ട സമസ്തക്ക് നേതൃത്വം കൊടുക്കുന്നവർ, അവർക്ക് അവിടെ ഇൽമിന്റെ ജാടയില്ല. ഇൽമിന് എത്രക്ക് ഇൽമുണ്ട് എന്നതിലോ സമൂഹത്തിൽ അറിയപ്പെട്ടവരെന്ന നിലയിലോ അവിടെ മുമ്പിൽ ഒരിക്കലും തന്നെ അവർക്ക് ഒരു താല്പര്യമില്ലല്ലോ. എന്തേ കാരണം? അവരുടെ ജീവിതത്തിൽ തഖ്വയുണ്ട്. അതാണ് തഖ്വ എന്ന് പറഞ്ഞാൽ അള്ളാഹിനെ മനസ്സിലാക്കിക്കൊണ്ട് ജീവിക്കാം. പടച്ച തമ്പുരാൻ എന്ന ചിന്തയോടുകൂടി ദുനിയാവിൽ ഇങ്ങനെ നടക്കുക അല്ലെ. എല്ലാവരും പുഞ്ചിരിക്കുന്ന നല്ല മനസ്സുണ്ടാക്കുക. അപ്പോഴൊക്കെ മനസ്സിലാകത്ത് തഖ്വ അങ്ങനെ വരും. എല്ലാരെ കുറിച്ച് നല്ലത് ചിന്തിക്കുക, തഖ്വ വരും. നിസ്കാരം നിലനിർത്തുക, മറ്റു ഇബാദത്തുകൾ ചെയ്യാൻ തഖ്വ വരും. നമുക്ക് തഖ്വ ഇല്ലാത്ത എന്തുകൊണ്ടാ? നമ്മൾ ഇങ്ങോട്ട് തിരിഞ്ഞാ മറ്റുള്ളവരുടെ കുറ്റം പറയും. ഇപ്പൊ തഖ്വ ഒക്കെ പോണ വൈക്ക് പായും. ഖൽബ് ഇബ്ലീസിന്റെ ഒരു കവചമായിട്ട് അവിടുന്ന് മാറും. നമ്മൾ മോശത്തരങ്ങൾ ചിന്തിച്ചാൽ. അല്ലാഹു തആല കാത്തുരക്ഷിക്കട്ടെ, അല്ലാഹു തആല കാത്തുരക്ഷിക്കട്ടെ. ഒന്ന് ദുആ ചെയ്തിട്ട് കരയാൻ നമുക്ക് കഴിയണം. മനസ്സിലായോ? ഒന്ന് ജീവിതത്തിൽ ബറക്കത്തിന് വേണ്ടി ചെയ്യേണ്ടത് അതാണ്. അവിടുത്തെ മൂന്നാമത്തെ കാര്യം എന്താണ് എന്റെ പ്രിയമുള്ളവരെ? നമ്മൾ നമസ്കരിച്ചു കൊണ്ടാകട്ടെ, എങ്ങനെ ആകട്ടെ, അല്ലാഹുവിന്റെ മുമ്പിൽ നമ്മുടെ വിഷമങ്ങൾ പറഞ്ഞിട്ട് ദുആ ചെയ്തിട്ട് കരയാൻ നമുക്ക് കഴിയണം. പ്രാർത്ഥന നടത്തണം. പടച്ച റബ്ബിന് കുടുംബജീവിതത്തിൽ ബറക്കത്ത് ലഭിക്കും. മൂന്നാമത്തെ കാര്യം അതാണ് എന്റെ പ്രിയമുള്ളവരെ, പ്രാർത്ഥന നടത്തലാണ്. അല്ലാഹുവിന്റെ മുമ്പിൽ എന്നെ കേൾക്കാൻ എന്റെ റബ്ബുണ്ട്. ആ പടച്ച തമ്പുരാൻ എന്നോട് വിഷമങ്ങൾ എന്നോട് ചോദിച്ചോളൂ എന്ന് അല്ലാഹു തആല പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് എന്റെ റബ്ബിനോട് ഞാൻ ചോദിക്കുകയാണ്, നീ എനിക്ക് നൽകണേ അല്ലാ, നീ എനിക്ക് ചോദിക്കുന്നത് നൽകണേ അല്ലാ എന്ന് അല്ലാഹുവിന്റെ മുമ്പിൽ എന്റെ പ്രിയമുള്ളവരെ ആത്മാർത്ഥമായിട്ട് അല്ലാഹുവേ പടച്ചവനെ പടച്ചോൻ പറഞ്ഞതാണ് എന്നോട് ചോദിച്ചോളൂ. അങ്ങനെ നമ്മൾ എന്ത് ചെയ്യണം? ആത്മാർത്ഥമായിട്ട് റബ്ബിന്റെ മുമ്പിൽ പ്രാർത്ഥന നടത്തണം. ബർക്കത്തുണ്ടാകും. ബർക്കത്തില്ലേ? ബർക്കത്തിന് പടച്ചവനോട് ചോദിക്കൂ, അല്ലാഹ് തരുമല്ലോ. അല്ലാഹ് തരാത്തത് എന്താ? നമ്മളെങ്ങോട്ട് പടച്ചുണ്ടാക്കിട്ടോ ഒക്കെ തരാന്ന് പറഞ്ഞിട്ട് പിന്നെ തരാതിരിക്കേ, അതെങ്ങനെ അല്ലാഹു തആല കാട്ടോ? ഒരിക്കലും ചെയ്യൂല. അല്ലാഹ് എന്ന് പറഞ്ഞാൽ അതാണ് എന്റെ പ്രിയമുള്ളവരെ. അതുകൊണ്ട് ആ റബ്ബിനെ മനസ്സിലാക്കി കൊണ്ട് ജീവിക്കുക. അല്ലാഹു തൗഫീഖ് തരട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകട്ടെ. എന്റെ പ്രിയമുള്ളവരെ, നാലാമത്തെ കാര്യം എന്താണ്? പടച്ച തമ്പുരാനോട് നന്ദിയെ രേഖപ്പെടുത്തലാണ്. എന്തിനെ രേഖപ്പെടുത്തുക? നന്ദി രേഖപ്പെടുത്തുക. അല്ലാഹു തആല എന്തെല്ലാം അനുഗ്രഹങ്ങളാണ് നമുക്ക് നൽകിയിട്ടുള്ളത് എന്ന് ആലോചിച്ച് നോക്കാനേ. എത്ര അനുഗ്രഹങ്ങൾ അല്ലാഹു തആല തന്നിട്ടുണ്ട്. ഈ അനുഗ്രഹങ്ങൾക്കെല്ലാം പടച്ച റബ്ബിന്റെ മുമ്പിൽ അനുഗ്രഹങ്ങൾക്ക് നന്ദി ചെയ്യാൻ നമ്മളെ കൊണ്ട് കഴിയണം. അതൊരു വിശ്വാസിക്കൊരു മുഅ്മിനിന് മാത്രമേ കഴിയുകയുള്ളൂ. ഇബാദത്ത് ചെയ്യുന്ന, തഖ്വയോടെ ജീവിക്കുന്ന, പടച്ച തമ്പുരാന്റെ മുമ്പിൽ പ്രാർത്ഥന നടത്തുന്ന ഒരാൾക്കാണ് അല്ലാഹുവേ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് തന്നിട്ടുള്ള കാര്യങ്ങൾക്ക് നന്ദി ചെയ്യാൻ കഴിയുന്നത്. അതുകൊണ്ട് അല്ലാഹുവിന്റെ മുമ്പിൽ നമ്മൾ നന്ദിയുള്ളവരായിട്ട് മാറാൻ നമ്മളെ കൊണ്ട് കഴിയണേ. പടച്ചോൻ ചെയ്ത കാര്യത്തിന് നന്ദി ചെയ്യാൻ നിനക്ക് കഴിയുമെങ്കിൽ ഈ ഭൂമിയിലുള്ള അടിമകൾ നിനക്ക് എന്തെങ്കിലും ചെയ്താൽ ആ അടിമകൾക്ക് നന്ദി ചെയ്യാനുള്ള മനസ്സ് നിനക്കുണ്ടാകുമെന്ന് അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഭൂമിയിലുള്ളവർക്ക് നീ കരുണ ചെയ്യ, എന്നാൽ ഏകനായ പടച്ച റബ്ബ് നിനക്ക് കരുണ ചെയ്യുമെന്ന് അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കാണ്. അവിടുന്ന് അഞ്ചാമത്തെ കാര്യം എന്താണെന്നറിയോ? കുടുംബത്തിൽ ഏറ്റവും കൂടുതൽ ബറക്കത്തുണ്ടാകാൻ, സലാമത്തുണ്ടാകാൻ, സന്തോഷം കടന്നു വരാൻ കുടുംബ ബന്ധം ചേർക്കലാണ്. നമ്മുടെ മൂത്താപ്പമാര്, വല്യുപ്പമാര്, വല്യമ്മമാര്, സഹോദരങ്ങളുടെ വീട്ടിലേക്ക്, നമ്മുടെ കെട്ടിച്ചയച്ചവരുടെ വീട്ടിലേക്ക്, മക്കളെ കെട്ടിച്ചവരിലേക്ക്, മരുമക്കളുടെ വീട്ടിലേക്ക്, മറ്റുള്ളവരുടെ വീടുകളിലേക്ക് നമ്മൾ
നമ്മൾ പോകണം. എന്നിട്ട് അവിടുത്തെ ആ ബന്ധം നമ്മൾ ചേർക്കണം. പഠിച്ചവനെ, സഹോദരങ്ങളുടെ വീട്ടിൽ പോയിട്ട് എത്രയോ ദിവസമായി. മകളെ കെട്ടിച്ചിടത്തേക്ക്, സഹോദരിയെ കെട്ടിച്ചിടത്തേക്ക് പോയിട്ട് ദിവസങ്ങളായി. തറവാട്ടിലേക്ക് പോയിട്ട് ദിവസങ്ങളായി, മാസങ്ങളായി. കുടുംബ ബന്ധം ചേർന്നിട്ടുണ്ടോ? അങ്ങനെയുള്ള വീടുകളിൽ അല്ലാഹു തആല ബർക്കത്ത് നൽകില്ല. അങ്ങനെയുള്ളവരുടെ കുടുംബത്തിൽ അല്ലാഹു തആല ബർക്കത്ത് നൽകില്ല. അവിടെയും റസൂലുള്ള പഠിപ്പിച്ചത്, ആ ഒരു സമയം നിങ്ങൾ സ്വർഗത്തെ പോലെയാണ്, സ്വർഗത്തിൽ കഴിയുന്നത് പോലെയാണ്. നിങ്ങൾക്ക് അല്ലാഹു തആല പ്രത്യേക റഹ്മത്ത് അല്ലാഹു ചൊരിഞ്ഞു തരുമെന്ന് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പഠിപ്പിക്കാൻ അല്ലാഹു തആല മനസ്സിലാക്കാൻ തൗഫീഖ് തരട്ടെ. അല്ലാഹു തആല മനസ്സിലാക്കാൻ അല്ലാഹു തആല തൗഫീഖ് നൽകട്ടെ. എന്റെ പ്രിയമുള്ളവരെ, അതാണ് എന്റെ പ്രിയമുള്ളവരെ, നമ്മൾ കുടുംബ ബന്ധം ചേർത്താൽ അല്ലേ, അവർ മനസ്സിൽ ആലോചിച്ചോക്കാണി. നമ്മളെ കുടുംബക്കാർക്ക് നമ്മൾ പോക്കുണ്ടോ? കുടുംബക്കാരുടെ പോക്കുണ്ടെന്ന് ആലോചിച്ചോക്കളി. ഒരു പ്രശ്നമല്ല, എന്നാലും പോകൂല, എന്നാലും പോകൂല. അല്ലാഹുവേ, നീ ഞങ്ങളെ മനസ്സ് നന്നാക്ക് റബ്ബേ. എന്റെ പ്രിയമുള്ളവരെ, ഒന്ന് അപ്പൊ കുടുംബജീവിതത്തിൽ നന്മ ഉണ്ടാവാൻ, ഒന്ന് ഇബാദത്ത് ചെയ്യുക, രണ്ട് തഖ്വയോട് കൂടി ജീവിക്കുക, മൂന്നാമത്തത് റബ്ബിന്റെ മുമ്പിൽ പ്രാർത്ഥിക്കുക, നല്ലവണ്ണം പ്രാർത്ഥിക്കുക, നാലാമത്തത് അല്ലാഹുവിനെ ചെയ്ത കാര്യങ്ങൾക്ക് നന്ദി രേഖപ്പെടുത്തുക, നന്ദിണ്ടാക്കുക. അത് ഇനി അടിമയോടാണെങ്കിലും അങ്ങനെ തന്നെയാണ്. അഞ്ചാമത്തത് കുടുംബ ബന്ധം ചേർക്കുക. ഈ 5 കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിച്ചാൽ നമ്മുടെ കുടുംബ ജീവിതത്തിൽ അല്ലാഹു തആല ബർക്കത്ത് തരുമെന്ന് എന്റെ പ്രിയമുള്ളവരെ അല്ലാഹുവിന്റെ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എന്റെ പ്രിയമുള്ളവരെ അതാ നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. ഇനി ഞാൻ നിങ്ങൾക്ക് ഒരു അമല് പറഞ്ഞു തരാം. അതിന്റെ മഹത്വം ഞാൻ പറഞ്ഞു തരാം. എന്റെ പ്രിയമുള്ളവരെ, ഈ അമല് ഇത് ജീവിതത്തിൽ മുറുകെ പിടിച്ചോളൂ. അല്ലാഹു തആല നമ്മൾ ഒരിക്കലും തന്നെ പരാജയപ്പെടുത്തൂല. നമ്മുടെ ജീവിതത്തിൽ ബറക്കത്തുണ്ടാകാൻ, സലാമത്തുണ്ടാകാൻ, നന്മയുണ്ടാകാൻ എന്റെ പ്രിയമുള്ളവരെ നമ്മൾ കൊണ്ടു നടക്കേണ്ട പ്രധാനപ്പെട്ട ഒരു വിഷയമാണ്. അല്ലാഹു മനസ്സിലാക്കാൻ തൗഫീഖ് തരട്ടെ. അല്ലാഹു തആല മനസ്സിലാക്കാൻ തൗഫീഖ് നൽകട്ടെ. എന്റെ പ്രിയമുള്ളവരെ, നമ്മുടെ വീട്ടിനകത്ത് നമ്മൾ ഹദ്ദാദ് പാരായണം ചെയ്യണം. എന്ത് ചെയ്യണം? ഹദ്ദാദ് നമ്മൾ പാരായണം ചെയ്യണം. പല ആളുകളുടെ വീട്ടിൽ എന്താണ് ഹദ്ദാദ് എന്ന് പോലും അറിയില്ല. നമ്മുടെ മക്കൾക്ക് അറിയില്ല, നമ്മുടെ കുടുംബങ്ങൾക്ക് അറിയില്ല. പഠിച്ചവനെ, ഹദ്ദാദിന്റെ ഒരുപാട് മഹത്വമുണ്ട് എന്റെ പ്രിയമുള്ളവരെ. അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധമായ ഖുർആനിലൂടെ, ഹദീസുകളിലൂടെ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമുക്ക് പഠിപ്പിച്ചു തന്ന ഒരുപാട് പ്രതിഫലാർഹമായ ഒരുപാട് ആയത്തുകളുണ്ട്, ദിക്റുകളുണ്ട്, ഒരുപാട് സ്വലാത്തുകളുണ്ട്, തസ്ബീഹുകളുണ്ട്. ഈ തസ്ബീഹും സ്വലാത്തുമെല്ലാം ക്രോഡീകരിച്ചെടുത്തിട്ട് ഏറ്റവും കൂടുതൽ മുഖ്യമായ പ്രതിഫലം അർഹമായ ഏറ്റവും വലിയ അമലുകളെ, ദിക്റുകളും സ്വലാത്തുകളും ക്രോഡീകരിച്ചിട്ട് എടുത്തതാണ് മഹാനായ ഹദ്ദാദ് റളിയല്ലാഹു തആല നമുക്ക് സമ്മാനിച്ച ഹദ്ദാദ് റാത്തിബ്. പഠിച്ചവനെ, ഹിജ്റ 1044 സഫർ മാസത്തിലെ ഒരു തിങ്കളാഴ്ച രാത്രിയാണ് യമനിലെ തെരീം എന്ന് പറയുന്ന സ്ഥലത്ത്, അതിന്റെ തൊട്ടടുത്ത് സബീർ എന്ന് പറയുന്ന ഒരു പ്രദേശത്താണ് മഹാനായ ഹദ്ദാദ് റളിയല്ലാഹു തആല അവിടുന്ന് ജനിക്കുന്നത്. അവിടുത്തെ മാതാപിതാക്കൾ ഏറ്റവും കൂടുതൽ പടച്ച തമ്പുരാനെ പേടിച്ചിട്ട് തഖ്വയോടെ ജീവിക്കുന്നവരാണ്. അല്ലാഹ് എന്ന് പറഞ്ഞാൽ വല്ലാത്ത ഭയമാണ്. അവിടുന്ന് ഒരുപാട് ദിക്റുകൾ ഇങ്ങനെ ചൊല്ലുന്നവരാണ്. നല്ല ആബിദീങ്ങളാണ്, ദാക്കിരീങ്ങളാണ്, പടച്ച റബ്ബിനെ പേടിച്ചിട്ട് ജീവിക്കുന്നവരാണ്. അങ്ങനെ ജീവിച്ചു കൊണ്ടിരിക്കുന്ന കാലഘട്ടത്തിലാണ് പൊന്നുമോൻ അവിടുന്ന് ജനിക്കുന്നത്. മഹാനവറുകൾക്ക് 4ാമത്തെ വയസ്സായി. 4 വയസ്സായപ്പോൾ മഹാന്റെ ജീവിതത്തിൽ വസൂരി എന്ന അസുഖം പിടിപെട്ടു. അവിടുത്തെ കണ്ണിന്റെ കാഴ്ച നഷ്ടപ്പെടുത്തി. അല്ലാഹുവിനോട് മാതാപിതാക്കൾ പ്രാർത്ഥിക്കുകയാണ്, ആത്മാർത്ഥമായിട്ട് ദുആ ചെയ്തു. അല്ലാഹ് അവിടുത്തെ പ്രാർത്ഥന സ്വീകരിച്ചു. പ്രാർത്ഥന സ്വീകരിച്ചു. പക്ഷെ കണ്ണിന്റെ കാഴ്ചക്ക് പകരം അല്ലാഹു തആല കൊടുത്തത് ഉൾക്കാഴ്ചയായിരുന്നു. പുറമേയുള്ള കാഴ്ചക്ക് പകരം അല്ലാഹു തആല ഉൾക്കാഴ്ചയാണ് മഹാനവറുകൾക്ക് അവിടുന്ന് കൊടുത്തത്. അങ്ങനെ അവിടുന്ന് ജീവിതം വളരെ സന്തോഷത്തോടുകൂടെ, എന്നിരുന്നാലും അല്ലാഹു തആല തന്നത് കൊണ്ട് തൃപ്തിപ്പെട്ട് അദ്ദേഹം മുന്നോട്ട് പോയി.
അവിടുന്ന് ഇൽമിനോട് വല്ലാത്ത താല്പര്യം, ദീനിനോട് വല്ലാത്ത താല്പര്യം മഹാനവറുകൾക്ക്. അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് പടച്ചവനെ എനിക്കൊരു കൂട്ടുകാരനെ വേണം, നല്ലൊരു കൂട്ടുകാരനെ തെരഞ്ഞെടുത്തു. അള്ളാനെ പേടിച്ചുകൊണ്ട് ജീവിക്കുന്ന ഒരാൾ. അല്ലാഹുവേ, മലഞ്ചെരുവിലേക്ക് രണ്ടുപേരും പോകുമെത്രേ. എന്നിട്ട് അവിടെ നിന്ന് ഇങ്ങനെ ഖുർആൻ ഓതും. ഈ കാഴ്ചയുള്ള ആള് ഓതുന്നതിനേക്കാളും തന്റെ കൂട്ടുകാരൻ ഓതുന്നതിനേക്കാളും മഹത്വമായിട്ട്, അതിനേക്കാളും സുന്ദരമായിട്ട് കാഴ്ചയില്ലാത്ത ഹദ്ദാദ് റളിയല്ലാഹു തആല അൻഹു പാരായണം ചെയ്യും. അവിടുന്ന് ഹിഫ്ലാക്കുമായിരുന്നു. അങ്ങനെ അന്നത്തെ കാലഘട്ടത്തിലെ പണ്ഡിതന്മാർക്ക് മഹാനവറുകളെ കുറിച്ചുള്ള വല്ലാത്ത സ്നേഹം തോന്നി, വല്ലാത്ത ബന്ധം തോന്നി. ഹദ്ദാദ് റളിയല്ലാഹു തആല അൻഹുവിനെ ഇൽമ പഠിപ്പിച്ചു കൊടുക്കുന്ന കാര്യത്തിൽ, ദീനിലേക്ക് വല്ലാത്ത അടുപ്പം വരുത്തുന്ന കാര്യത്തിൽ പഠിച്ചവനെ അവിടുന്ന് വല്ലാത്ത ഒരു ആഗ്രഹം, വല്ലാത്തൊരു താല്പര്യം, വല്ലാത്ത ജാഗ്രത, വല്ലാത്തൊരു എല്ലാവർക്കും വല്ലാത്തൊരു താല്പര്യം അവിടുന്ന് ഉണ്ടായിരുന്നു. ആ കാലഘട്ടത്തിലെ പണ്ഡിതന്മാർക്ക് എന്തേ, ഒരു കുട്ടിക്ക് പഠനത്തോട് താല്പര്യം ഉണ്ടെങ്കിൽ ആ ക്ലാസ്സിൽ പഠിക്കുന്ന ഉസ്താദിന് ആ കുട്ടിയുടെ കാര്യത്തിൽ ഒന്നൊരു ശ്രദ്ധ ഉണ്ടാകും. ഒരു ടോപ്പ് പ്ലസ് കിട്ടാൻ, ഫസ്റ്റ് ക്ലാസ് കിട്ടാൻ അല്ലെ ഒരു താല്പര്യം ഉണ്ടാകും. എന്ന പോലെ തന്നെ ഹദ്ദാദ് റളിയല്ലാഹു തആല അൻഹുവിന്റെ കാര്യത്തിൽ അന്നത്തെ പണ്ഡിതന്മാർക്ക് വല്ലാത്തൊരു സ്നേഹം, വല്ലാത്തൊരു മഹബത്തായിരുന്നു. കാരണം എന്താണ്, എന്റെ പ്രിയമുള്ളവരെ, അവിടുന്ന് ഇൽമിനോട് വല്ലാതെ സ്നേഹമുള്ളവരാണ് ഹദ്ദാദ് റളിയല്ലാഹു തആല അൻഹു. ഒരു ദിവസം പോലും പടച്ചവനെ അവിടുന്ന് ഹദ്ദാദ് റളിയല്ലാഹു തആല അൻഹു അവിടുന്ന് യാസീൻ ഓതിയിട്ട് ദുആ ചെയ്തുകൊണ്ട് തഹജ്ജുദിന് കരയാതിരുന്നിട്ടില്ല, ദുആ നിസ്കാരം ഒഴിവാക്കിയിട്ടില്ല. സുന്നത്ത് നോമ്പെടുക്കുന്ന ദിവസങ്ങളിൽ സുന്നത്ത് നോമ്പുകളാണ്. രാത്രി മുഴുവനും പടച്ചവനെ നമസ്കാരങ്ങളെ കൊണ്ട് ധന്യമാക്കുന്ന ദിനങ്ങളുണ്ടായിട്ടുണ്ട്. പകൽ മുഴുവനും നോമ്പെടുത്തുകൊണ്ട് ദുആ ചെയ്തിട്ട് പൊട്ടിക്കരയുന്ന സമയങ്ങൾ, രാത്രിയിൽ കരഞ്ഞുകൊണ്ട് ദുആ ചെയ്യുന്ന സമയങ്ങൾ. ഇങ്ങനെ ജീവിതം സന്തോഷത്തോടെ മുന്നോട്ട് കൊണ്ടുപോകുന്ന, അള്ളാഹുവിന്റെ ഹൃദയത്തോട് ചേർത്ത് വെച്ച് കൊണ്ടുപോകുന്ന ഹദ്ദാദ് റളിയല്ലാഹു തആല അൻഹു വളരെ സൂക്ഷ്മജ്ഞാനിയായിരുന്നു, സൂക്ഷ്മത പുലർത്തുന്നവർ, അള്ളാഹുവിന്റെ ദീനിനെ കുറിച്ചിട്ട് വല്ലാത്ത സൂക്ഷ്മതയുള്ളവർ, പാണ്ഡിത്യമുള്ള മഹാൻ. അങ്ങനെ ജീവിതം സുന്ദരമായി കൊണ്ടുപോകുന്നതിനിടയിലാണ് മഹാനവറുകൾ ഈ പരിശുദ്ധമായ ഗ്രന്ഥം, ഈ അത്റാത്തീബ് നമുക്ക് സമ്മാനിച്ചത്. ഹദീസുകളിൽ നിന്നും അല്ലാഹു തആല നമുക്ക് സന്ദേശങ്ങൾ തന്നതിൽ നിന്നുമെല്ലാം വളരെ വ്യക്തമായിട്ട് കടഞ്ഞെടുത്ത് നമ്മൾ പ്യൂർ 100% തങ്കം എന്ന് പറയുമല്ലോ, അങ്ങനത്തെ ദിക്റുകൾ, സ്വലാത്തുകൾ, തസ്ബീഹുകൾ അവിടെ നിന്ന് എടുത്തിട്ട് അതൊരു ക്രോഡീകരിച്ചിട്ടുണ്ടാക്കിയതാണ് ഹദ്ദാദ് റാത്തീബ്. പഠിച്ചോനെ, എന്തൊരു പ്രതിഫലം എന്നറിയോ, എന്തൊരു പ്രതിഫലം എന്നറിയോ എന്റെ പ്രിയമുള്ളവരെ. അതുകൊണ്ട് ഈ ഭൂമിയിൽ ഒരുപാട് 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 സൂക്ഷ്മതകൾ കൊണ്ട് ജീവിച്ച മങ്ങാന് നിർമ്മിച്ചതാണ് ഹദ്ദാദ്. അതാ അല്ലാഹുവേ, ഭൂമിയിൽ ഒരുപാട് പ്രയാസങ്ങൾ ഉണ്ടാകും, വേദനകൾ ഉണ്ടാകും, ഒരുപാട് പ്രതിസന്ധികൾ വരും. പ്രളയം വന്നു, കൊറോണ വന്നു, നിപ്പ വന്നു, അല്ലേ? ഇതെല്ലാം പ്രതിസന്ധികളാണ്, എല്ലാരെയും ബാധിക്കുന്ന ദുരന്തങ്ങളാണ്. പടച്ചവനെ, അതിന്റെ ഇടയിലെല്ലാം അല്ലാഹു തആല നമ്മോട് കൽപ്പിക്കുന്നതിൽ നിന്നെല്ലാം ഒരു രക്ഷയ്ക്ക് വേണ്ടിയിട്ട് പറയുന്നത്, നിങ്ങൾ ഒരുപാട് ഇസ്തിഗ്ഫാർ അധികരിപ്പിക്കണം, പാപങ്ങൾ പൊറുക്കണം. ആ പാപങ്ങൾ പുറത്താൽ അല്ലാഹു തആല നിങ്ങളുടെ എല്ലാ വിഷമങ്ങളും അല്ലാഹു തആല മാറ്റിത്തരും. ഈ പ്രപഞ്ചത്തിലുള്ള ബുദ്ധിമുട്ടുകൾ അല്ലാഹു തആല നീക്കിത്തരും. മനുഷ്യർ മോശപ്പെട്ടവരായതുകൊണ്ടാണ്, മനുഷ്യർ മോശപ്പെട്ട ചിന്തകളും പ്രവർത്തനം ഉള്ളത് കൊണ്ടാണ് ഇവിടെ പ്രയാസങ്ങൾ ഉണ്ടാകുന്നത്. അതുകൊണ്ടാണ് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹുവിന്റെ ഭരണകാലത്ത് ഒരു മതിലങ്ങനെ പൊളിഞ്ഞു വീണു. അല്ലാഹുവേ, ഉമർ തങ്ങൾക്ക് വല്ലാത്ത പേടിയായി. എന്നിട്ട് പറഞ്ഞു, ആ മതിൽ അവിടുന്ന് പൊളിഞ്ഞതിൽ വരെ മനുഷ്യന്റെ ഒരുപാട് തെറ്റുകളെ കൊണ്ടാണ്, പ്രവർത്തനങ്ങളെ കൊണ്ടാണ്. നിങ്ങൾ അറിയാതെ പടച്ചറബിനെ ഇബാദത്ത് ചെയ്താതെ, അല്ലാഹുവിനെ അറിയാതെയാണ് ഈ ദുനിയാവിൽ തെറ്റ് ചെയ്തുകൊണ്ടാണ് നിങ്ങൾ ജീവിക്കുന്നതെങ്കിൽ ഇവിടെ നിന്ന് വിട്ട് ഞാൻ നിങ്ങളെ വിട്ടു പോകുമെന്ന് മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു ഓർമ്മപ്പെടുത്താൻ. എന്തുകൊണ്ടാണ് ഉണ്ടായത്? ഒരു മതില് പൊളിഞ്ഞു ചാടിയപ്പോൾ ഉമർ തങ്ങൾ പേടിച്ചു പറഞ്ഞു, ഈ ഒരു സംഭവം ഇവിടെ ഉണ്ടായത് മനുഷ്യരായ നിങ്ങളുടെ പ്രവർത്തനങ്ങളെ കൊണ്ടാണ്.
നിങ്ങളുടെ സംസാരങ്ങൾ വേണ്ടാത്ത പടച്ചോന് ഇഷ്ടമില്ലാത്ത കാര്യങ്ങൾ ചെയ്തുകൊണ്ടാണ്. അതുകൊണ്ടാണ് ഇത് എന്ന് എൻ്റെ പ്രിയമുള്ളവരെ അവിടുന്ന് മഹാനവറുകൾ അവിടുന്ന് പറയാണ്. അല്ലാഹു നമ്മളൊക്കെ കാത്തുരക്ഷിക്കട്ടെ. പടച്ചു തമ്പുരാൻ നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. അതുകൊണ്ട് ഇസ്തിഗ്ഫാറുകൾ അധികരിപ്പിച്ചിട്ട് നമ്മളെ പാപങ്ങളെല്ലാം പൊറുപ്പിച്ചിട്ട് അങ്ങനെയാണ് നമ്മൾ ജീവിക്കുന്നതെങ്കിൽ എൻ്റെ പ്രിയമുള്ളവരെ നമ്മുടെ മനസ്സിൽ നമ്മുടെ സമാധാനം കിട്ടും. കുടുംബജീവിതത്തിൽ അല്ലാഹു തആല നന്മ തരുമല്ലോ, രോഗങ്ങളെല്ലാം അല്ലാഹു തആല മാറ്റി തരുമല്ലോ. ഈ ഒരു ചരിത്രം നിങ്ങൾ ശ്രദ്ധിച്ചോളൂ. ഇതും കൂടെ പറഞ്ഞ് ഇൻഷാ അല്ലാഹ് ദുആ ചെയ്തിട്ട് നമുക്ക് പിരിയാം. മഹാനായ ഹസനുൽ ബസ്രി റളിയല്ലാഹു മഹാനവരുടെ മുമ്പിലേക്ക് ഒരാൾ കടന്നു വന്നിട്ട് പറയാണ്, തങ്ങളെ ഞങ്ങൾക്ക് വല്ലാത്ത ക്ഷാമമാണ് തങ്ങളെ. കൃഷിയുടെ കാര്യത്തില് വെള്ളത്തിന്റെ കാര്യത്തിലോ ഞങ്ങൾക്ക് വല്ലാത്ത പ്രയാസമാണ്, ഞങ്ങൾ ക്ഷാമത്തിലാണ്. അതെന്ന് പറയുന്ന സമയത്ത് മഹാനായ ഹസനുൽ ബസ്രി റളിയല്ലാഹു തആല അൻഹു പറയുന്നു, നിങ്ങൾ അവിടുന്ന് ഇസ്തിഗ്ഫാറിനെ അധികരിപ്പിക്കണേ, ഇസ്തിഗ്ഫാറിനെ അധികരിപ്പിച്ചോളൂ. അതാ അവിടുന്ന് വീണ്ടും ഒരാള് കടന്നു വന്നു. തന്റെ ശിഷ്യന്മാരും എല്ലാവരും ഇങ്ങനെ ഇരിക്കുന്നുണ്ട്. ആ സമയത്താണ് ഇവരൊക്കെ വരുന്നത്. എന്നിട്ട് പറയാണ്, കല്യാണം കഴിഞ്ഞിട്ട് ഒരുപാടായി തങ്ങളെ, പക്ഷേ കുട്ടികളില്ല, നിങ്ങൾക്ക് മക്കൾ ജനിച്ചിട്ടില്ല, എന്ത് ചെയ്യണം? അവിടുന്ന് പരിഹാരം പറഞ്ഞു കൊടുത്ത് നിങ്ങൾ ഇസ്തിഗ്ഫാറിനെ അധികരിപ്പിക്കൂ. രണ്ടാളുകളോടും കൃഷിയിലും വെള്ളം മറ്റു പ്രയാസത്തിലും ബുദ്ധിമുട്ട് പറഞ്ഞു വന്നവരും പറഞ്ഞു കൊടുത്ത് ഇസ്തിഗ്ഫാർ അധികരിപ്പിക്കും. കല്യാണ വിഷയം, കല്യാണം കഴിഞ്ഞിട്ട് വർഷങ്ങളായി മക്കളില്ല, ഇസ്തിഗ്ഫാർ അധികരിപ്പിക്കും. വീണ്ടും അവിടുന്ന് ഒരാൾ കടന്നു വന്ന്, തങ്ങളെ വല്ലാത്ത ദാരിദ്ര്യമാണ്, പട്ടിണിയാണ്, പ്രയാസമാണ്, എന്ത് ചെയ്യണം? ഇത് പറഞ്ഞുകൊണ്ട് കടന്നു വന്നവരോട് മഹാനവറുകൾ അവിടുന്ന് പറഞ്ഞു, നിങ്ങൾ ഇസ്തിഗ്ഫാറിനെ അധികരിപ്പിക്കണേ. നാലാമതൊരാൾ വന്നു, തങ്ങളെ കൃഷിയിൽ വിളവില്ലല്ലോ, തങ്ങളെ കൃഷി വല്ലാത്ത പ്രയാസത്തിലാണല്ലോ. ഇത് പറഞ്ഞപ്പോഴും അവിടുന്ന് പറഞ്ഞു, ഇസ്തിഗ്ഫാറിനെ നിങ്ങൾ അധികരിപ്പിക്കണേ എന്നാണ്. അങ്ങനെ ഇസ്തിഗ്ഫാറിനെ അധികരിപ്പിക്കാൻ വേണ്ടിയിട്ട് ഈ മൂന്നാളുകളോടും പറഞ്ഞു. മൂന്നും വ്യത്യസ്തമായ പ്രയാസങ്ങളാണ്, പക്ഷെ അതിനുള്ള പരിഹാരം, നാലും വ്യത്യസ്തമായ പ്രയാസങ്ങളാണ്, അതിനുള്ള പരിഹാരം ഒന്നാണ്. അല്ലേ? അതിനുള്ള പരിഹാരം ഒന്നാണ്. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് എന്റെ പ്രിയമുള്ളവരെ, തന്റെ ഒരു ശിഷ്യന് മഹാനായ റബീഅ റളിയല്ലാഹു അൻഹു അവിടുന്ന് ഇങ്ങനെ എണീറ്റുകൊണ്ട് ചോദിക്കാണ്, തങ്ങളെ മൂന്നാളുകളുടെ പ്രയാസങ്ങളും നാലാളുകളുടെ പ്രയാസങ്ങളും വ്യത്യസ്തമാണല്ലോ, പക്ഷേ അവർക്കൊക്കെ പരിഹാരം ഒന്നാണല്ലോ, എന്താണിതെന്ന് പറയുമ്പോൾ അതാ അവിടുന്ന് മഹാനായ ഹസനുൽ ബസ്രി റളിയല്ലാഹു തആല അൻഹു പറയുന്നു, ഏറ്റവും കൂടുതൽ പരീക്ഷണത്തിലൂടെ കടന്നുപോയ നൂഹ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ സമൂഹത്തിന് അല്ലാഹുവേ അവിടുന്ന് പ്രയാസങ്ങൾ കടന്നു വന്നപ്പോൾ അല്ലാഹ് കൽപ്പിച്ചത് ഇസ്തിഗ്ഫാറാണ്. ഇസ്തിഗ്ഫാറിനെ കുറിച്ച് ഇസ്തിഗ്ഫാർ ചെല്ലാനാ പറഞ്ഞത്. അതുകൊണ്ട് എന്റെ പ്രിയമുള്ളവരെ, ഇസ്തിഗ്ഫാർ നമുക്ക് എല്ലാത്തിനും പരിഹാരമാണ്. ഈ ഇസ്തിഗ്ഫാറുകളും സ്വലാത്തുകളെ കൊണ്ട് നിറക്കപ്പെട്ട മഹത്വമുള്ള ഒരു അമലാണ് എന്റെ പ്രിയമുള്ളവരെ. ഹദ്ദാദ് പതിവാക്കുന്നത്, ഹദ്ദാദ് റാത്തീബ് ചെല്ലുന്നത്, ആ ഹദ്ദാദ് റാത്തീബിൽ നമ്മളെ പാപം പൊറുപ്പിക്കലുണ്ട്. റബ്ബന ഗഫിർ ലനാ വതുബ് അലൈനാ ഇന്നക അൻത التواب الرحيم أستغفر الله رب البرايا ونستغفر الله من الخطايا يا ربنا واعف عنا ومحل الذي كان منا. ഇങ്ങനെ തുടങ്ങിയിട്ട് പാപം പൊറുപ്പിക്കുന്ന പല പല രൂപങ്ങളില്ല, ഭാവങ്ങളിലുള്ള ഒരുപാട് ഇസ്തിഗ്ഫാറുകൾ നമുക്ക് ഹദ്ദാദ് റാത്തീബിൽ കാണാൻ കഴിയും. അപ്പൊ എന്താ പാപം പൊറുക്കാനും പ്രയാസങ്ങൾ മാറാനും ജീവിതത്തിലെ പ്രതിസന്ധികൾക്ക് തരണം ചെയ്യാനും മക്കളില്ലാത്തവർക്കും കൃഷി നഷ്ടപ്പെട്ടവർക്കും ക്ഷാമം കൊണ്ട് പ്രയാസപ്പെടുന്നവർക്കും ദാരിദ്ര്യം കൊണ്ട് പ്രയാസപ്പെടുന്നവർക്കും അല്ലാഹുവേ എല്ലാത്തിനുള്ള മരുന്നെന്താ? ഹദ്ദാദ് റാത്തീബ്. മുടങ്ങാതെ ഇന്ന് മുതൽ നമ്മൾ ചെല്ലണം. അല്ലാഹു തൗഫീഖ് തരട്ടെ. നമ്മൾ തൗഫീഖ്, അല്ലാഹുവിന്റെ തൗഫീഖ് ഉണ്ടെങ്കിൽ എല്ലാം നടക്കും. അല്ലേ? ആ തൗഫീഖ് നമ്മൾ ഇങ്ങനെ പല രൂപങ്ങളിലൂടെ പലതും നമുക്ക് ഉണ്ടാക്കാൻ കഴിയും. നമ്മൾ പറയില്ലേ, അത് കരുതിയിട്ടുണ്ടാവില്ല,
വിധികളെ തട്ടാൻ എന്റെ പ്രിയമുള്ളവരെ ദുആ കൊണ്ട് സാധിക്കും. അല്ലാഹു തആല അവനിക്ക് ഇന്നാല രോഗം കൊടുക്കാൻ തീരുമാനിച്ചു. പടച്ചവനോട്, പടച്ചവനെ ഞങ്ങൾക്ക് രോഗം തരല്ല അല്ലാ എന്ന് കരഞ്ഞുകൊണ്ട് റബ്ബിന്റെ മുമ്പിൽ അങ്ങ് ദ്വാരന്നാൽ പടച്ച തമ്പുരാൻ നമ്മുടെ പ്രാർത്ഥന കേൾക്കും, നമ്മുടെ കാര്യങ്ങൾ അല്ലാഹു തആല സലാമത്താക്കി തരും. മനസ്സിലായോ? പടച്ചോ എന്ന് പറഞ്ഞാൽ പല പല വഴികളും അല്ലാഹു തആല നമുക്ക് നൽകിയിട്ടുണ്ട്. മഹാനായ സൈനുദ്ദീൻ മഖ്ദൂം റളിയല്ലാഹു തആല അൻഹു മങ്കൂസ് മൗലിദ് ഉണ്ടാക്കിയപ്പോഴാണ് ഇവിടെ ആകെ രോഗങ്ങളെ കൊണ്ട് വരഞ്ഞിട്ട് പരാതിയായിട്ട് ജനങ്ങൾ വന്നപ്പോഴല്ലേ അല്ലേ വസൂരി എന്ന വലിയ മാരകമായ രോഗം പിടിച്ചപ്പോ, പ്ലേഗ് പിടിപെട്ടപ്പോ മഹാനവറുകളുടെ മുമ്പിലേക്ക് വിഷമങ്ങളുമായിട്ട് കടന്നു വന്നപ്പോൾ അല്ലാഹുവേ പടച്ചവനെ അവിടെ നിർമ്മിച്ചു കൊടുത്തു, ഇതെല്ലാവരും ചൊല്ലിക്കോളോ, ഞാൻ നിങ്ങൾക്ക് തന്നതാണിതെന്ന് പറഞ്ഞിട്ട് പടച്ചറബിനെ തവക്കുലാക്കിക്കൊണ്ട് കൊടുത്തു. നമ്മുടെ ഈ ലോകത്തുള്ള പല പല സ്ഥലങ്ങളിൽ ഓരോ ഈ മുക്കുകളിലൊക്കെ പഴയ ആളുകളിൽ പിടിപെട്ടിരുന്ന രോഗമാണല്ലോ അത്. ഒരു വല്ലാത്ത അസുഖാണ്, ഒരാൾക്ക് മടുക്കാൻ കഴിയാത്ത പ്രയാസമുള്ള ഒരാൾ അല്ലേ രോഗം. അത് പിടിപെട്ടപ്പോൾ മഹാനവറുകളോടൊന്ന് കൊടുത്ത മരുന്നല്ലേ മങ്കൂസ് മൗലിദ്. അത് പാരായണം ചെയ്ത ഓരോരുത്തരുടെ ശരീരത്തിൽ നിന്നും വീട്ടിൽ നിന്നും പടച്ചവനെ അത് തെറിച്ചു പോയി എന്ന് ചരിത്രം നമ്മെ പഠിപ്പിച്ചിട്ടുണ്ടല്ലോ. നിങ്ങൾ അങ്ങനെ ഇറങ്ങിയതല്ലേ മങ്കൂസ് മൗലിദ്. അങ്ങനെ ഓരോന്നിനും ഓരോ മഹത്വങ്ങളുണ്ട്. മനസ്സിലായോ? അല്ലാഹു നമുക്ക് നൽകട്ടെ. അല്ലാഹു തആല നമുക്കത് നൽകട്ടെ. ആമീൻ പറ. അല്ലാഹു അത് നമുക്ക് നൽകട്ടെ.